ഒരു വലിയനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ഇങ്ങനെ അയവിറക്കുമ്പോ നമുക്കറിയാലോ, ഒരു വലിയ എന്ന് പറയുമ്പോ ആരാണ്? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് വലിയ. വലിയനെ ഓർമ്മിക്കുമ്പോ ഒരു വലിയനെ പോലെ ആകണം എന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ വരണം. ഒരു വലിയനെ പോലെ ആകണം എന്നൊരു ചിന്ത നമ്മളിങ്ങനെ, ഞാൻ നേരത്തെ ജിയുടെ പൊലിരുന്നപ്പോ കൈസിനോടും ഇവിടെയുള്ള ബദറുവിനോടൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ആകാശത്തിലൂടെ ഇങ്ങനെ അള്ള ഒഴുകുക. ഏറ്റവും നല്ല വിലപിടിപ്പുള്ള മൈക്ക് സെറ്റുകളിലൂടെ, ഏറ്റവും മനോഹരമായ ശബ്ദങ്ങളിലൂടെ ഇപ്പൊ അള്ള ഇങ്ങനെ ഒഴുകുക ആകാശത്തിലൂടെ. ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ഭാഷയുണ്ട്, എയറിൽ സഞ്ചരിക്കുകയാണെന്ന്. ഈ വർത്തമാന കാലത്ത് അല്ലാഹു തആല എയറിൽ സഞ്ചരിക്കാൻ, ആകാശത്തോടെ ഇങ്ങനെ പ്ലെയിൻ പോകുമ്പോൾ അള്ളാഹ് പോവുകയാണ്. അതേപോലെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എയറിൽ സഞ്ചരിക്കാൻ. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അള്ളാഹു എന്റെ കൂടെ തന്നെ ഉണ്ടാകണേ. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് നമ്മുടെ മനസ്സോടൊന്ന് ചോദിച്ചു നോക്കിയേ. നമ്മള് ഉമ്മയുടെ അടുക്കൽ പോയിരുന്നിട്ട് പലവട്ടം എന്റെ ഉമ്മ എന്റെ ഉമ്മ എന്ന് വിളിക്കാറുണ്ട് അല്ലേ? പലപ്പോഴും പ്രിയപ്പെട്ട ഭാര്യയെ പല വിധത്തിൽ സ്നേഹത്തോടെ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. സ്നേഹവത്സലരായ മക്കളെ വിളിച്ചിട്ട്, ഇപ്പൊ ഞാൻ മുഹമ്മദിന്റെ പേരെന്ന വരുന്നേ, ഓരോ കുട്ടിയെയും വിളിച്ചിട്ട് മന്ത്രിപ്പിച്ചു. മക്കളെ പൊന്നെ, മുത്തേ, കരളെ എന്നൊക്കെ വിളിച്ചിട്ട് മക്കളെ നമ്മൾ പുന്നാരിക്കാറുണ്ട്, കൊഞ്ചിക്കാറുണ്ട്, സ്നേഹിക്കാറുണ്ട്, ലാളിക്കാറുണ്ട്. ചോദിച്ചോട്ടെ, എന്റെ അല്ലാഹ് എന്നെപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു വട്ടം വിളിച്ചാൽ മതി. നമ്മൾ നിസ്കരിക്കാറുണ്ട്, നിസ്കരിക്കാത്തവർക്കും വയലൊക്കെ വന്നിരിക്കൂലല്ലോ. നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, നോമ്പ് നിൽക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, പലവട്ടം കഅബാലയം കണ്ടിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. ഒരുപാട് ജുസ് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ചോദിച്ചോട്ടെ, ഒരു വട്ടം ഒരു ദിവസത്തിൽ പോട്ടെ, ജീവിതത്തിൽ ഒരു വട്ടം എന്റെ റബ്ബേ എന്ന് കണ്ണിൽ ഒരു തുള്ളി വെള്ളം വരുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഖൽബൊന്ന് കുലുങ്ങുന്ന വിധത്തിൽ, മനസ്സൊന്ന് കുളിർമയാകുന്ന വിധത്തിൽ, ശരീരമൊന്ന് വിറക്കുന്ന വിധത്തിൽ എന്റെ അല്ലാഹ് എന്ന് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയാ, ഇനി എപ്പോഴാ നമ്മൾ വിളിക്കുക? അതേപോലെ എന്റെ നബിയെ, എന്റെ റസൂലേ, എന്റെ ഹബീബേ മനസ്സിൽ തട്ടിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ? നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് വിളിക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൂടെ വരുന്ന ഒരേ ഒരാളാരാ? എന്നും ഉമ്മയെ വിളിച്ച ഉമ്മ നമുക്ക് അറ്റൻഡ് ചെയ്യോ? ഉമ്മ നമ്മുടെ വിളി കേൾക്കോ? പല തിരക്കിലും പെട്ടുപോകുന്ന ഉമ്മാക്ക് മക്കള് വിളിക്കുന്ന എല്ലാ വിളിക്കും ഒരേപോലെ ഉത്തരം ചെയ്യാൻ കഴിയാറുണ്ടോ? ബാപ്പയെ വിളിച്ചാൽ, ഭാര്യയെ വിളിച്ചാൽ, ഭർത്താവിനെ വിളിച്ചാൽ, മക്കളെ വിളിച്ചാൽ, ചങ്ങാതിമാരെ വിളിച്ചാൽ പലപ്പോഴും ഒരു ഇശാ നിസ്കാരം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരം, അസ്ർ നിസ്കാരം എത്രയോ നമ്മൾ കളാക്കി കളയാറ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്, ഫ്രണ്ട്സിന് വേണ്ടിയാണ്, ആത്മമിത്രങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ നിസ്കാരം മാത്രമല്ല, ഒരുപാട് ഹറാമുകൾ നമ്മൾ ചെയ്തു പോകുന്നത് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. എന്നാൽ എല്ലാ സമയത്തും വിളിപ്പുറത്ത് നാം ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചങ്ങാതിമാര് കൂടെ വരാറുണ്ടോ? ആരും ഉണ്ടാകൂല. എന്നാൽ എപ്പോഴൊക്കെ നാം വിളിക്കുന്നോ, എപ്പോഴൊക്കെ ദ്വാചികന് മാത്രല്ല, എപ്പോഴൊക്കെ നമ്മൾ വിളിക്കുന്നോ അല്ലാഹുവിനെ, അപ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക്, വിളിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക്, വിളിക്കാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി വൈദാ സഅലക ഇബാദി, എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ നബിയേ. ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആനാണ് ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മെ തെറ്റിപ്പെടുത്തുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വൈദാ സഅലക ഇബാദി അന്നീ, എന്റെ അടിയാറുകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ നബിയേ. ഫഇന്നീ
ഖരീബ്, ഓരോ മനുഷ്യനിലേക്കും ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തത്താഇ ഇദാ ദഅാനി, എന്നോട് തേടിയാൽ ആ തേടുന്നവന്റെ തേട്ടത്തിന് ഞാൻ ഉത്തരം നൽകുന്നവനാണ്. എപ്പോഴും ഒരു നിസ്കാരത്തിന്റെ സമയത്തുള്ള ഏകാഗ്രതയും ഭക്തിയും മാത്രമല്ല, എപ്പോഴും ഓർമ്മ വേണം, അടുത്തു തന്നെയുണ്ട് എന്റെ അല്ലാഹു തആല. ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു വിളിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഏതോ ഒരു പുരയെ കയറി ചെന്നു. ഓനോന്റെ കുട്ടികളെ ഇങ്ങനെ അടുത്തിരുത്തിയിട്ട്, മൂത്ത മോന്റെ പേര് ജാസ്മിൻ, മോള്. രണ്ടാമത്തെ മോന്റെ പേര് ജാബിർ, മൂന്നാമത്തെ കുട്ടി ജുറൈജ്. 3 കുട്ടികൾ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ ജാസ്മിനെ എന്ന് പറഞ്ഞ് ഒരു 7 വയസ്സുള്ള മോനെ ഒന്ന് ചുംബനം ചെയ്തു നെറ്റിയില്. രണ്ടാമത്തത് ജാസ്മിൻ അടുത്തിരുത്തിയിട്ട് അവളുടെയും നെറ്റിയിൽ ഒന്ന് ചുംബനം ചെയ്തു. മൂന്നാമത്തെ ജുറൈജിനും. ഇങ്ങനെ കുട്ടികളെ 3 അടുത്തിരുത്തി കുട്ടികൾ ഇങ്ങനെ ബാപ്പാന്റെ താടി പിടിക്കുകയാണ്, തല മാന്തുകയാണ്. ഈ 3 മക്കളുടെ അങ്ങോട്ടുള്ള ഉപ്പയോടുള്ള സ്നേഹവായ്പും ബാപ്പാക്ക് ഈ കുട്ടികളോട് അങ്ങോട്ടുള്ള സ്നേഹവായ്പും. ഒരാള് ആ പുര കയറിയിട്ട് ഇങ്ങനെ പന്തം കണ്ട പെരിച്ചായി നോക്കും പോലെ വായും പൊളന്നിട്ട് ഇങ്ങനെ, എനിക്കുണ്ടല്ലോ പടച്ചവനെ 3-4 കുട്ടികൾ, ഞാൻ ഇങ്ങനെ ഇതുവരെ ചെയ്തില്ലല്ലോ റബ്ബേ. ഇവനിക്ക് ഓർമ്മയും കഥയില്ല. ഷോർട്ടായ കണക്ക്, ബ്ലോക്കായത്, കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, ഫാനിന്റെ സിപ്പിട്ടത് വരെ ഓർമ്മല്ല. ഇപ്പൊ നോക്കിയ ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ കുട്ടികളെ? ഈ എക്കോ സിസ്റ്റം കൂടിയിട്ട് അവിടെ മനസ്സിലാകുന്നുണ്ടോ? തിരിയണല്ലോ. വെറുതെ കുറെ മുളക്ക ഉണ്ടായിട്ട് കൊണല്ല. നോക്കണം, ഇവനിക്കൊരു ഓർമ്മയില്ല. എപ്പോഴും ദിവസം രാത്രിയാകുന്നു, നേരം പുലരുന്നു, പിന്നെയും രാത്രിയാകുന്നു. ഇതിന്റെ ഇടയിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളാകുന്നുണ്ട്. അങ്ങനെ ഞാൻ നമ്മൾ ചോദിച്ചാൽ പറയില്ലേ എങ്ങനെയാണ് ജീവിതം? അങ്ങനെ അങ്ങ് പോന്നേ. അങ്ങനെ തന്നെയാണ്. നിലാവറിയില്ല, മഞ്ഞറിയില്ല, മഴയറിയില്ല, വെയിലറിയില്ല, പടിഞ്ഞാറൻ കാറ്റിന്റെ ശീതളിമയറിയില്ല, മഞ്ഞിന്റെ മനോഹാരിതയറിയില്ല, മഞ്ഞുകാലത്ത് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന നിലാവലകളുടെ മുട്ടുന്തലയുടെ ഗ്രാമഭംഗിയിലേക്ക് 14-ാം നിലാവ്, പാൽനിലാവ് പെയ്തിറങ്ങുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു ഗ്രാമഭംഗിയുണ്ട് രാത്രിയിൽ. അതറിയില്ല. ആകാശത്തിലുള്ള നക്ഷത്രങ്ങളുടെ മനോഹാരിത അറിയില്ല, ഒന്നും അറിയില്ല. ഓനിക്ക് 3-4 കുട്ടികളുണ്ട്. ആ കുട്ടികളെ മുത്തിയിട്ടുമില്ല, മണത്തിട്ടുമില്ല. ഓനിങ്ങനെ മറ്റോനിങ്ങനെ മുത്തുന്നതും മണത്തുന്നതും. പടച്ചോനെ, എനിക്കിതിനൊന്നും ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ പടച്ചോനെ, ഇനി മുത്താനും പറ്റൂല. കുട്ടികളൊക്കെ വളർന്നുപോയി, പന പോലെ വളർന്നു ഓന്റെ കുട്ടികളൊക്കെ. പ്രിയപ്പെട്ട ഉമ്മയെ തലോടുന്ന ചില മക്കളെ നോക്കിയിട്ട് ചില ആൾക്കാർ, അല്ലാ എന്റെ ഉമ്മ വെച്ചുമില്ല പടച്ചോനെ, എനിക്കിങ്ങനെ ജീവിതത്തിൽ ഉമ്മയെ അടുത്തിരുത്താനും, ഉമ്മാന്റെ കാലിന്റെ വിരലിങ്ങനെ പൊട്ടിച്ചൊടുക്കാനും, ഉമ്മാന്റെ കാലിന്റെ മസിലിങ്ങനെ ഞെക്കിക്കൊടുക്കാനും ഒന്നൊരു ചാൻസ് ജീവിതത്തിൽ കിട്ടിയില്ലല്ലോ. നമ്മളിങ്ങനെ എത്രയോ ആളുകൾ പറയലുണ്ട്, ഓന്റെ ഉമ്മയെ തലോടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി. ജീവിതത്തിൽ ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത്, ചില ആൾക്കാർ ഉമ്മാന്റെ അടുത്ത് പോയിട്ടിരുന്നിട്ട് ഫോണിങ്ങനെ വിളിക്കുക ചെയ്യാം. ഉമ്മാനെ കാണാൻ പോയതാ, ഉമ്മ റാത്തന്നെയാ. എന്നിട്ട് ഉമ്മാന്റെ ഉമ്മന്ന് കുറെ ഫോൺ വിളിച്ച് ഉമ്മ ഇവന്റെ മോത്തന്നെ ഇങ്ങനെ നോക്കി ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇവനെന്തെങ്കിലും മിണ്ടും സംസാരിക്കുന്നു കരുതിയിട്ടാണ്. ഒന്നും മിണ്ടിയില്ല. പിന്നെ ഉമ്മ ഞാൻ പോട്ടെ, എന്നിട്ട് പഠിച്ചോനെ എപ്പം വന്നാലും, എപ്പോ ഈ അന്തമായി എന്നെ കാണാൻ വന്നാലും കൊന്തം പോലെ വന്ന് കൊന്തം പോലെ പോകും. അള്ളാന്റെ ദുനിയാവിൽ ഇങ്ങനെയുള്ള കുറെ അന്തമായികളുണ്ട്. നോക്കണം. ഉമ്മയോടൊന്ന് അടുത്ത് പോയിട്ട്, ഉമ്മന്റെ അടുത്ത് പോകുമ്പോൾ ഫോൺ ഓഫായിക്കൂടെ? ഇവൻ വേറെ വീട് വെച്ച് താമസിക്കാണ്. ഉമ്മയോടൊന്ന് അരമണിക്കൂറിൽ നിന്ന് വർത്താനം പറഞ്ഞ എത്ര സന്തോഷം. BP-യുടെ ഗുളികയും ഷുഗറിന്റെ ഗുളികയും കുടിക്കുന്ന ഉമ്മാക്ക്. KL 59 UVO 6679 വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണം. കേൾക്കണേ. അപ്പൊ ഉമ്മയെ താലോലിക്കുന്നത് കാണുമ്പോ, ഉമ്മയെ കൊഞ്ചിക്കുന്നത് കാണുമ്പോ, ഉമ്മയെ പുന്നാരിക്കുന്നത് കാണുമ്പോ, സ്നേഹത്തോടെ മാതാക്കളോട് പെരുമാറുന്നത് കാണുമ്പോ ചില ആള് പടച്ചോനെ എനിക്കങ്ങനെ കഴിഞ്ഞില്ലല്ലോ എന്ന്, അല്ലേ? കേൾക്കണേ, നമുക്ക് നാളെ ഒരു മരണം വരാനുണ്ട്. ഒരു മനുഷ്യനും മരണപ്പെട്ടു പോവുകയില്ല അവൻ ഖേദിക്കാതെ എന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച അത്രല്ലേ? മുഹമ്മദ് മുസ്തഫ.
ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ഖേദം എന്താ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല മനുഷ്യനാണെങ്കിൽ ഞാൻ അധികം അമൽ ചെയ്തില്ലല്ലോ എന്ന് ഖേദിക്കും. ഇൻകാന മുസീആ, മോശക്കാരനാണെങ്കിൽ തൗബ ചെയ്തില്ലല്ലോ എന്ന് ഖേദിക്കുമെന്ന് മുഹമ്മദ് നബി. കേൾക്കണേ, ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യം കിട്ടാൻ, അല്ലെ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മനസ്സ് കിട്ടാൻ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അല്ലാഹു എന്ന വിശ്വാസമാണ്, ഈമാനാണ്. ഈമാനിലെ ഒന്നാമത്തെ ഭാഗം അൻ തുഅ്മിന ബില്ലാഹി എന്നതാണ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. നിറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞ ഉറപ്പ്, യഖീനായിട്ട് ഹൃദയത്തിൽ ഉണ്ടാകണം, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന്. എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എത്ര വട്ടമാ അള്ളാനെ വിളിക്കാൻ കഴിയോ? അല്ലാ അല്ലാ. അടുക്കള ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ, മൈയശത്ത് മാർഗത്തിലാണുങ്ങൾ ഓരോരുത്തർ അവരവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ അല്ലാഹ്. ഇത് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസാണ്, ജമാദുൽ അവ്വലാണ്. തൊട്ടുമുമ്പുള്ള മാസം റബീഉൽ ആഖിറായിരുന്നു. അത് ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആണ്ടുമാസാണ്. ഈ രണ്ട് മഹാന്മാരും നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശം എന്താണ്? രണ്ടുപേരുടെയും ശ്വാസവും ഉച്ഛ്വാസവും അള്ളാന്റെ ഓർമ്മയിലായിരുന്നു. അല്ലാഹു അല്ലാഹു അല്ലാഹ് ചൊല്ല്, അല്ലാഹ് ഉറക്കെ ചൊല്ല്, അല്ലാഹു അല്ലാഹു അല്ലാഹ് ചൊല്ല്, അല്ലാഹ് ഉറക്കെ ചൊല്ല്, അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഒരു വട്ടം നാം അല്ലാഹ് എന്ന് വിളിക്കുമ്പോ 10 വട്ടം സ്നേഹം കൊണ്ട് നമ്മെ പുണരുന്നുണ്ട് റബ്ബ് തആല. മറന്നു പോകരുത്, എന്റെ അല്ലാഹ് ഒന്ന് ഉള്ളി തട്ടിയിട്ടൊന്ന് വിളിച്ചോക്കിയേ. ഉള്ളി തട്ടിയിട്ട്, ഉള്ളി തട്ടാതെ വിളിച്ചാലും റബ്ബ് പ്രതിഫലം തരും, അത് വേറെ വിഷയം. എടുക്കുന്ന എല്ലാ പണിയുമില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എടുക്കുന്ന എല്ലാ പണിയും ഉള്ളിൽ തട്ടിയിട്ടാകണം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ ഉള്ളിൽ തട്ടിയിട്ട് ചൊല്ലി നോക്കൂ, സുബ്ഹാനല്ലാഹ് ചൊല്ല്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നർത്ഥം പറഞ്ഞേ. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ചൊല്ല്, സുബ്ഹാനല്ലാഹ് ഉറക്കെ, സുബ്ഹാനല്ലാഹ്. ഓരോ അക്ഷരത്തെയും ആസ്വദിച്ച് നുണഞ്ഞുകൊണ്ട് ചൊല്ലി നോക്കൂ. ഇത് അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള വാക്കാണല്ലോ, അല്ലെ, പടച്ചറപ്പിന് ഇഷ്ടമുള്ള വാക്കാണല്ലോ. മാത്രമല്ല ദിക്റുൽ ഖലായിഖി, സർവ്വ സൃഷ്ടികളും ചൊല്ലിയ ദിക്റാണല്ലോ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. സ്റ്റാൻഡ് ചൊല്ലുന്നുണ്ട്, മൈക്ക് ചൊല്ലുന്നുണ്ട്, ടിഷ്യൂ പേപ്പർ ചൊല്ലുന്നുണ്ട്, കടലാസ് ചൊല്ലുന്നുണ്ട്, കണ്ണട ചൊല്ലുന്നുണ്ട്, മൊബൈൽ ചൊല്ലുന്നുണ്ട്, സ്റ്റാൻഡ് ചൊല്ലുന്നുണ്ട്, സ്റ്റേജ് ചൊല്ലുന്നുണ്ട്, മനോഹരമായ ലൈറ്റ് ചൊല്ലുന്നുണ്ട്, കമ്പിക്കാല് ചൊല്ലുന്നുണ്ട്, ബോക്സ് ചൊല്ലുന്നുണ്ട്, പള്ളി ചൊല്ലുന്നുണ്ട്, മദ്രസ ചൊല്ലുന്നുണ്ട്, ഇന്റർലോക്ക് ചൊല്ലുന്നുണ്ട്, കറങ്ങുന്ന ഫാന് ചൊല്ലുന്നുണ്ട്. അല്ല അല്ലാഹ് പടച്ച എല്ലാ സൃഷ്ടിചരാചരങ്ങളും ചൊല്ലുന്നുണ്ട്. അല്ലാഹ് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഈ പുണ്യവചനം ചൊല്ല്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്ത് ചൊല്ലുമ്പോഴും ഉള്ളിൽ തട്ടിയിട്ട് അങ്ങനെയാകുമ്പോ കേൾക്കണേ, പടച്ചറപ്പിന് നമ്മളോട് എന്തൊരു ഇഷ്ടമാണ്. ഓന്റെ ഉള്ളിൽ ഞാനല്ലാതെ വേറെയില്ല, അവന്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള ചിന്തയല്ലാതെ വേറെയില്ല. അവനെ വെറുതെ വിട്ടുകൂടാ, അവനെ അവഗണിച്ചുകൂടാ, അവനെ ഉപേക്ഷിച്ചുകൂടാ, അവനെ മറന്നുകൂടാ. പടച്ചിറപ്പ് ഇങ്ങനെയുള്ള അടിമകളെ ചേർത്ത് പിടിക്കുകയാണ്. 2023 ദോഷങ്ങൾ വർദ്ധിച്ച കാലം, ദോഷങ്ങൾക്കനുസരിച്ച് റബ്ബിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ കൂടിയ കാലം. ഒരു ഭാഗത്ത് രോഗങ്ങളാണ്, മറുഭാഗത്ത് ദാരിദ്ര്യമാണ്, രണ്ടുമല്ലെങ്കിൽ പിന്നെ അപകടങ്ങളാ, അരക്ഷിതാവസ്ഥകളാ. ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാത്ത എത്രയെത്ര കുടുംബങ്ങളാണ്. മക്കളും മാതാപിതാക്കളും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത എത്ര
എത്ര കുടുംബങ്ങളാണ് അല്ലെ? നാട്ടിൽ മുഴുവനും അരക്ഷിതാവസ്ഥകളാണ്, അന്തഛിദ്രതകളാണ്, അസ്വാരസ്യങ്ങളാണ്, പടലപ്പിണക്കങ്ങളാ. കേൾക്കണേ, ഒരു സമാധാനം കിട്ടണോ? റബ്ബിലേക്ക് ചേർന്ന് നിൽക്കണം, അള്ളാന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കണം. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ നിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ വന്നോണ്ടിരിക്കണം. ചൊല്ല് അല്ലാഹ്, ചൊല്ല് അല്ലാഹ് 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 അല്ലാഹ്. ഒരു വട്ടം നീ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ 10 വട്ടം അബ്ദി അബ്ദി, എന്റെ അടിമേ എന്റെ അടിമേ എന്നിങ്ങോട്ട് വിളിക്കുന്നുണ്ട് അല്ലാഹു തആല. ഇനി നീ നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടുമൊക്കെ നിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും നീ റബ്ബിനോട് പറയുകയാണോ? ദുആ എന്ന് പറഞ്ഞാൽ ഇരുന്ന് തന്നെ ദുആ ചെയ്യണമെന്നില്ലല്ലോ, ഇരുന്നിട്ട് തന്നെ ദുആ ചെയ്യണമെന്നില്ല. നടന്നുകൊണ്ട് ദുആ ചെയ്യാം. അടുക്കളപ്പണിയിലേക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാര് അടുക്കളപ്പണിക്കിറങ്ങി കുട്ടികൾക്ക് ചായ ഉണ്ടാക്കണം. രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ചായക്ക് കടിയായി പലഹാരങ്ങൾ ഉണ്ടാക്കണം. കുട്ടികളെ മുഖം തേച്ച് പല്ല് തേച്ച് കൊടുക്കണം. കുട്ടികൾക്ക് ഡ്രസ്സ് അലക്കി കൊടുക്കണം. കുട്ടികളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രസ്സാണെങ്കിൽ അയൺ ചെയ്യണം. 100 കൂട്ടം പണികളിലേക്ക് അടുക്കളയിലേക്ക് പെണ്ണിറങ്ങി. ഇറങ്ങിയത് മുതലേ അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, അല്ലാ, മുത്തമോൻ SSLC കഴിഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തമോൻ +2 പഠിക്കുകയാണ്. ഓന്റെ കൂട്ടുകെട്ട് മോശമാകരുതല്ല. അവൻ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായവരുടെ കൂടെ. മെഹ്റാൻ മൻസൂർ എന്ന കുട്ടിയുടെ ഉമ്മ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാത്തിരിക്കുന്നുണ്ടെന്ന്. മെഹ്റാൻ മൻസൂർ എന്ന കുട്ടിയുടെ ഉമ്മ കുട്ടിയെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ആ കുട്ടി ഒന്ന് അങ്ങോട്ട് പോണം. കേൾക്കണേ മുഅ്മിനീങ്ങളെ, അടുക്കള ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഉമ്മമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, പ്രേമത്തിന്റെ വലയിൽ പെട്ടുപോകരുതേ അല്ലാ. എന്റെ ആൺകുട്ടികൾക്ക് നീ കാവലാകണം, എന്റെ പെൺകുട്ടികൾക്ക് നീ കാവലാകണം. ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, അപകടത്തിൽ പെട്ടുപോകരുത് അല്ലാ. ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണമല്ല, തഖ്വ പൂർണ്ണമാകണമല്ല, ആഖിബത്ത് നന്നാകണമല്ല. നിന്റെ ആശയും നിന്റെ നിരാശയും നിന്റെ ഉത്കണ്ഠയും നിന്റെ ആശങ്കയും നിന്റെ മോഹവും നിന്റെ സ്വപ്നവും നിന്റെ അഭിലാഷവും നിന്റെ റബ്ബിനോട് നീ രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾക്കണേ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് തേടിയാൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരുമേ. ഇത് അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ വാഗ്ദാനമാണ്. തേടിയാൽ തേട്ടത്തിന് ഉത്തരം തരുമെന്ന് മാത്രമല്ല, തേടുന്നവനോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പടച്ചറപ്പിന് വല്ലാത്ത പിരിശമാണ്, സ്നേഹമാണ്. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. രോഗം മാറാൻ ദുആ ചെയ്താലും, തെങ്ങിൽ നന്നായിട്ട് തേങ്ങയുണ്ടാകാൻ ദുആ ചെയ്താലും, ഒരു നല്ല 4 വീൽ വണ്ടി വാങ്ങണമല്ല, അതിന്റെ കീശയിൽ പണമില്ല, ലോൺ എടുത്തിട്ട് വണ്ടി വാങ്ങാൻ കഴിയില്ല. എന്റെ കയ്യിൽ നീ ഒരുപാട് പണം തന്നെ എനിക്കൊരു 4 വീൽ വണ്ടി വാങ്ങണമല്ല. ദുനിയാവിന്റെ ദുആ അല്ലേ മുഅ്മിനീങ്ങളെ? അത് ദുആ ചെയ്താലും അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ഇബാദത്താണെന്ന് മുഹമ്മദ് നബി. ഷുഗർ എന്ന രോഗമുള്ള രോഗം റിപ്പോർട്ട് ചെയ്തു. ഷുഗറാണ്. ഫാസ്റ്റിംഗിൽ പരിശോധിച്ചപ്പോൾ തന്നെ 250. ഷുഗർ ഉണ്ടായ അന്ന് മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. മരിക്കുന്നത് വരെ ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ മാറിയില്ല. ആയിക്കോട്ടെ, ഇവനിങ്ങനെ ഒച്ചത്തിൽ അല്ലാ എന്റെ ഷുഗർ നോർമലാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഭാര്യ വേക്കെന്ന് പറഞ്ഞു, അല്ല മനുഷ്യ, എത്ര കൊല്ലമായി നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു, എന്നിട്ടും ഷുഗർ കൂടുകയല്ലാതെ കുറഞ്ഞില്ലല്ലോ. അയാൾക്ക് നിരാശയില്ല. കാരണം ഓരോ ദുആഉം ഇബാദത്താണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ഇബാദത്താണ്. തീർന്നില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ദുആ മുഅ്മിനിന്റെ ആയുധമാണ്. പോരാ, അദ്ദുആഉ മുഖുൽ ഇബാദ. രാവിലെ മുതൽ രാത്രി വരെ നിന്റെ ഓരോ ഹലാലായ മുറാദുകളും നിന്റെ ഓരോരോ സങ്കടങ്ങളും നിന്റെ റബ്ബിനോട് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലില്ലേ, അത് ഇബാദത്തിന്റെ മജ്ജയാണ്, മജ്ജയാണ്, മജ്ജയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും അധികം വർത്തമാനം പറയേണ്ടത് പ്രിയപ്പെട്ട റബ്ബിനോടാകണം. അത് ഉമ്മയോടല്ല, ഉപ്പയോ എല്ലാവരോടും മിണ്ടണം.
ഏറ്റവും അധികം സംസാരം അത് ദിക്റായിട്ട് ചൊല്ലാം അല്ലെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള സ്വലാത്തായി അതും അല്ലാഹുവിനോടുള്ള വർത്താനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. നിങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സ്വഹാബാക്കൾക്കും ഗുണവും രക്ഷയും ചൊരിയണേ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാല് അല്ലാഹുവിനോട് ഇങ്ങനെ രാവിലെ മുതൽ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ പൊതുവെ ഈ അല്ലാഹനെ കൂട്ടിപ്പിടിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, മക്കളെ ലാളിക്കുന്ന ബാപ്പയെ പോലെ അങ്ങനെ പറഞ്ഞൂടാ. അല്ലാഹനെ ഇങ്ങനെ പടച്ചോനെ നീ സഹായിച്ചോണ്ടല്ലേ ഇതുവരെ ഞാൻ ജീവിച്ചത്, നീ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കോ? ഇതിങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ. അപ്പൊ എന്താ ഉണ്ടാകുന്നറിയോ? വല്ലാത്തൊരു നമുക്ക് തന്നെ തോന്നും, ഒരു ടെൻഷനും ഇല്ല, എന്റെ റബ്ബ് കൂടെ തന്നെ ഉണ്ട്, ഓനോടെല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കട്ടെ, ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം കാണുന്നൊരു കാഴ്ച, പെട്ടെന്ന് ഒരു ഭാഗം തളർന്നു പോവുക, അറ്റാക്ക് വരിക അല്ലെ, സ്ട്രോക്ക് കൂടുതല്, അറ്റാക്ക് കൂടുതല്, അതിന്റെ എല്ലാം പുറമെ തിരിച്ചറിയാത്ത വേറെ കുറെ രോഗങ്ങൾ വന്നിട്ട് മരിച്ചു പോകലും കുറെ കൂടുതൽ അല്ലേ. ഇപ്പൊ ഇതൊന്നും ഇപ്പൊ നമുക്കറിയാം, ഫലസ്തീനിൽ ഇപ്പോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും യുദ്ധമാണ്. അല്ലാഹു തആല സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണുന്നു, യുദ്ധം ഒന്ന് തെറ്റി സഞ്ചരിച്ചാൽ അല്ലെ, ഇപ്പം വീഴുന്ന ഇസ്രായേലിലെ ബോംബുകൾ ഫലസ്തീനിൽ വീഴുന്നതിന് പകരം അല്ലെ, ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഗൾഫ് രാഷ്ട്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്നൊരു ബോംബ് വന്നിട്ട് സൗദിയിൽ വീണാൽ, അല്ലെങ്കിൽ യമനി ഹൂത്തികളുടെ അവരെപ്പോഴും മിസൈൽ ആക്രമണത്തിലല്ലേ സൗദിയോട്, സൗദിയും യമനും തമ്മിലുള്ള യുദ്ധം ഒന്ന് രൂക്ഷമായാൽ അത് മെല്ലെ മെല്ലെ UAE അടക്കമുള്ള നമ്മുടെയൊക്കെ അല്ലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ മതവിഭാഗത്തിന്റെയും സ്വപ്നഭൂമിയായ ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധം കൊണ്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ വന്നാൽ ഇന്ന് കാണുന്ന 3 നേരത്തെ ഭക്ഷണവും ഈ ഓടുന്ന വണ്ടിയും ഈ സുഖവും സന്തോഷവും ഈ AC ഫിറ്റ് ചെയ്ത നമ്മുടെ പള്ളികളിലുള്ള AC അടക്കം മാസത്തിനൊക്കെ കറണ്ട് ബില്ല് അടക്കണ്ടേ അല്ലെ, എന്തു സംഭവിക്കും? പലർക്കും ബേജാറുണ്ട്, ഏറെക്കുറെ ആൾക്ക് ബേജാറുണ്ട്. പിന്നെ മന്ദബുദ്ധിയാകണം ബേജാറില്ലാണ്ട് കണക്കില് ഉണ്ടാവില്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു ബേജാറില്ലാത്തൊരു മാനസികാവസ്ഥക്ക് ഏറ്റവും നല്ല പണിത നമ്മൾ എഴുന്നേറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അല്ലാഹുവിനോട് എല്ലാ ഭാരവും ഓനെ ഏൽപ്പിക്കുക. നമുക്കറിയാലോ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ച ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. അല്ലാഹ് എന്റെ എല്ലാ കാര്യവും നീ ഭംഗിയാക്കി തരണേ അല്ലാഹ്. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണം, ഒന്നും മോശമാക്കി കളയരുത്. എനിക്ക് നീ എന്തൊക്കെ തന്നോ അതൊക്കെ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാഹ്. എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഞാൻ മാത്രമായാൽ എന്റെ കാര്യമൊന്നും നടക്കൂല. നീ എന്നും കൂടെയുണ്ടാകണേ അല്ലാഹ്, നീ എന്നും കൂടെയുണ്ടാകണേ അല്ലാഹ്. രാത്രിയിൽ നാം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഉറങ്ങാനായി വിരിപ്പിലേക്ക് കയറി അല്ല വുളൂ ചെയ്ത് മിസ്വാക്ക് ചെയ്ത് ചൊല്ലേണ്ടതെല്ലാം ചൊല്ലി ഓതേണ്ടതെല്ലാം ഓതി വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ നാം ചൊല്ലുന്നൊരു ചൊല്ലലില്ലേ: ബിസ്മിക റബ്ബി വളഅ്തു ജംബി വബിക റഫഉഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ. നമ്മുടെ തടിയെ റബ്ബിലേൽപ്പിച്ചിട്ടാണ് രാത്രിയിൽ നാം ഉറങ്ങാൻ പോകുന്നത്. അള്ളാഹ് സംരക്ഷിച്ചെങ്കിലേ തടി നാളെ രാവിലെ എഴുന്നേൽക്കൂ അല്ലെ. അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് ഉറങ്ങാൻ പോകണം. ഇനി അറബിയിൽ ബിസ്മിക റബ്ബിയും അതേപോലെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്കയും അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ തടിയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു, എന്റെ മുഖത്തെ ഞാൻ നിന്നിൽ മുന്നിടിച്ചു. അങ്ങനെയുണ്ടൊരു ചൊല്ലല് എല്ലാ റബ്ബിലേക്ക്. അറബിയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ചൊല്ലാൻ അറിഞ്ഞുണ്ടെങ്കിൽ മലയാളത്തിലെങ്കിലും പറയും: പടച്ചോനെ, എന്നെ, എന്റെ ഓളെ, എന്റെ കുട്ടികളെ, എന്റെ ഈ പൊരെ, എന്റെ പറമ്പ്, എന്റെ വണ്ടി, ഇതൊന്നും ഏൽപ്പിക്കാണ്ട് ഉറങ്ങുമ്പല്ലേ കള്ളം കയറുന്നേ.
നിങ്ങളറിയോ എത്രയോ കോഴിക്കൂട് അടക്കാൻ മറന്നുപോയി. രാത്രി നായയും കുറുക്കനും തലങ്ങും വിലങ്ങും ഓടുന്ന സ്ഥലമാണ്. അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി, മറന്നുപോയതാ. കോഴിക്കൂട് പൂട്ടണം, വീടിന്റെ 2 ഭാഗത്തെ വാതിലും 3 ഉണ്ടെങ്കിലും 3 അടക്കണം. അടക്കാൻ മറന്നുപോയെങ്കിൽ ഒന്നുകൂടി പോയിട്ട് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ തവക്കുലിന്റെ ഭാഗമാണ്. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണമെന്നാണ്. ഒട്ടകത്തെ മരുഭൂമിയിൽ മേയാൻ വിട്ടിട്ട് തവക്കുലാക്കല്ല വേണ്ട, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണം. ഇനി ഒരാൾ സന്ദർഭവശാൽ മറന്നുപോയി, ഇവനാണെങ്കിലോ എപ്പോഴും മലയാളത്തിൽ അള്ളാഹിനോട് പറയും, അല്ലാ എന്നെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു. വേണമെങ്കിൽ ഒന്നുകൂടി പാർട്ടായിട്ട്, ഇത് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. എന്റെ ഹാർട്ടിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു, എന്റെ കിഡ്നിയെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു, എന്റെ ചെറുകുടലും എന്റെ വൻകുടലും എന്റെ ശ്വാസകോശവും എന്റെ ശ്വാസനാളവും എന്റെ തൊണ്ടയും എന്റെ തലച്ചോറും. പറഞ്ഞൂടെ? ഒന്നുറപ്പാ, അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോയാലില്ലേ, നേരം പുലർത്തുമ്പോഴത്തേക്ക് കിഡ്നി ഫെയിലാവൂല. രാവിലെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അലത്തൂല ഏൽപ്പിക്കുക, ഇടയ്ക്കിടെ ഏൽപ്പിച്ചോണ്ടിരിക്കുക. ഈ പണി നമ്മൾ ഇങ്ങനെ നിലാവിൽ കോടി ഇറങ്ങിയ പോലെ നിക്കരിക്കൽ പണ്ടേ ഉണ്ട്. അത് ഇപ്പോൾ ഉണ്ട്. ഗോവിന്ദൻ നീ നിസ്കാരമില്ല, നാരായണൻ നീ നിസ്കാരമില്ല, ജോസഫിനില്ല. അല്ലോ ഇതുകൊണ്ട് ഞാൻ കിണിഞ്ഞു പോയി അല്ലെ. അല്ലാഹു അക്ബർ. ഓന്റെ ഒടുക്കത്തെ ഒരു കൂട്ടുവായി നോക്കണം. ആഗ്രഹിച്ചിട്ടല്ല, ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിമറയാണ്. നമ്മളില്ലേ ശരിക്കും ഈ കൂടെ ഉള്ള അള്ളാനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു മുതലാളിക്ക് 2 പീട്ടി ഉണ്ട്. പീട്ടി എന്ന് പറഞ്ഞാല് പാക്ക് തൂക്കി. ഒരു മുതലാളിക്ക് 2, ഒരുത്തൻ കുറച്ച് പൈസക്കാരനാന്ന് അറിഞ്ഞാൽ പിന്നെ ഓന്റെ പുറന്റെ പുറത്ത് 5 എണ്ണം ഉണ്ടാവും, 5-6 എണ്ണം. പണ്ടെങ്ങനെ മെല്ലെ 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 പൈസക്കാരനായ ആൾക്കാരും പോവില്ല. എന്നെ തന്നെ നോക്കേ, ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ട് നോക്കല്ലേ. പെട്ടെന്ന് നമ്മുടെ പരിസരത്ത് ഏതെങ്കിലും ഒരുത്തം പൈസക്കാരനായ സുബ്ഹാനല്ലാഹ്, പിന്നെ ഓനെ കാണാൻ പെട്ടെന്ന് പൈസയെല്ലാം കൂടിയാ ഓൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് പള്ളിക്ക് മദ്രസക്ക് ആള് പോയാൽ പുറത്തുണ്ടാവും ഒരു ബവ്വാബിയൻ, വാതിൽപ്പടി അസോസിയേഷൻ. അല്ലോ ചില ആൾക്കാരൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ പുറത്തുനിന്ന്, അല്ലോ നീ മുത്തല്ലേ മമ്മിഞ്ഞ്, എന്നെ പോലത്തെ ഒരു സത്ത് മുത്തും വേറെ ആരാ ഉള്ളത്, ഇങ്ങനെ പൊക്കുന്ന മുഖത്ത് നോക്കിയിട്ട് പൊക്കുകയാണ്. ഓനിങ്ങനെ പൊങ്ങാണ്. പെട്ടെന്ന് ഒരാൾ പൈസക്കാരനായാൽ അയാളെ സ്റ്റേജ് കൂട്ടിക്കൊണ്ടുപോവുക, ആദരിക്കുക. അങ്ങനത്തെ ആളൊന്നുമില്ല, പൊങ്ങുന്ന ആളുമില്ല. ഈ സൺലൈറ്റും ബിസ്മില്ലും ഒന്നും പൊക്കിയാലും പൊങ്ങൂല. പിന്നെ അത് നമ്മൾ റാമത്ത് 4 ആൾക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എപ്പോഴും കാണുന്നതാണ്, പക്ഷെ ഓരോ പേര് ഓർമ്മയില്ല. അപ്പോ സ്റ്റേജിൽ കയറ്റി കൊണ്ടുപോവുക, ആദരിക്കുക, എന്നിട്ട് അയാളെ കയ്യിൽ 25,000 ഇങ്ങോട്ട് വാങ്ങുക അല്ലേ. അപ്പൊ ഒരു മുതലാളിന്റെ കീഴിൽ 2 പീട്ടി പാക്കത്തൊക്കെ ഇങ്ങോട്ടൊക്കെ എന്നെ തന്നെ നോക്കണേ. ഒരാൾ ഈ മുതലാളിയെ നല്ലോണം യൂസ് ചെയ്യും, മിസ്യൂസ് അല്ല, എന്നറിയോ. അയാൾക്ക് 5 ലക്ഷം വാങ്ങുക, അതിപ്പുറത്ത് റോൾ ചെയ്യുക, എന്തൊരു സാധനം വാങ്ങുക, തിരിച്ചു വെക്കുക, 7 ലക്ഷം ലാഭം കിട്ടി, 1 ലക്ഷം കൊണ്ടുപോയിട്ട് അയാൾക്ക് കൊടുത്തു, 1 ലക്ഷം ഇയാൾ എടുത്തു, പിന്നെ 10 ലക്ഷം വാങ്ങി, അതിനെവിടെ കൊണ്ടുപോയിട്ട് എന്തൊരു സാധനം വാങ്ങി, അത് കൊണ്ടുപോയിട്ട് 15 ലക്ഷത്തിന് വിറ്റു. 5 ലക്ഷം കിട്ടിയില്ല ലാഭം, 2.5 പറഞ്ഞു നിങ്ങൾ എടുത്തൊന്ന്, 2.5 ഇവനെടുത്തു. ഹലാലായ വഴിക്ക് അങ്ങനെ ഓൻ നോക്കണം. അയാളെ യൂസ് ചെയ്ത് ഈ മുതലാളിയുടെ പീട്ടിയിൽപ്പെട്ട ഒരു പീട്ടി ഇപ്പം ഹൈ റിച്ച് മുതലാളിയായി മാറി, പൈസക്കാരനായി. മറ്റവും കുന്തം വെച്ച പോലെ, പണ്ട് ഫ്രീസറിൽ വെച്ച പോലെ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു, ഒരാൾ നന്നായിട്ട് മുതലാളിയെ ഉപയോഗപ്പെടുത്തി, ഒരാൾ തീരെ ഉപയോഗപ്പെടുത്തിയില്ല. ഓ പണ്ടുള്ള പോലെ തന്നെ ഇപ്പോൾ ഉണ്ട്, ഫ്രീസറിൽ വെച്ച അയില പോലെ. കുറെ ഐസ് പോയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ കൂടിയെന്നല്ലാതെ, ഈ മുതലാളിയുടെ പോയി തിന്നിട്ട് കുറെ കൊളസ്ട്രോളും കുറെ യൂറിക് ആസിഡും ഒക്കെ കൂടിയെന്നല്ലാതെ ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ അള്ളാനെ ഉപയോഗപ്പെടുത്തണം. ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നമ്മൾ അള്ളാനെ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ എനിക്കറിയുന്ന ഒരാളുണ്ട് കാസർഗോഡ് ജില്ലയില്, എന്ത് ജോലി ചെയ്താലും പറയൂ ഉസ്താദേ ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര മൂഡൌട്ടാണ്. അവസാനം ഇവൻ നോക്കണം, ഇവൻ ഇങ്ങനെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ കാര്യം ചെയ്യ്, ഓരോ ദിവസവും തഹജ്ജുദിന്റെ നേരത്തോ സുബ്ഹിയുടെ നേരത്തോ നിന്റെ മഈശത്ത് മാർഗ്ഗം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങ്. വൈകുന്നേരം വരെ ഇഖ്ലാസോടെ പണിയെടുക്ക്. ചില കുറിച്ച് ചുക്കരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പണിക്ക് പോല.
ഉറൂസിന്റെ അടുത്തുണ്ടാവും, ദിക്റുകളൊക്കെ ഉണ്ടാവും. സ്വലാത്തിന്റെ രാത്രിയിൽ ദുആ ചെയ്യാൻ അവിടെ വരും. എല്ലാവരുടെയും പലവട്ടം തിരക്കാൻ പറയും, പണിയെടുക്കൂല. പണി എന്ന് പറയും അങ്ങനെ ഒരു കോടി വരാനുണ്ട്, ഇങ്ങനെ ഒരു കോടി കൊടുക്കാനുണ്ട്, ചോട്ട് ബ്ലോക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. പണിക്ക് പോല. ഇവനോട് പറഞ്ഞു, നീ പണിക്ക് പോകണം, രാവിലെ പുരേന്ന് ഇറങ്ങണം, സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങരുത്. കുറെ അത്തറിന്റെ കുപ്പി അക്കീശയിലിട്ട് പോന്നാക്കല്ലി അത്തർ ഇങ്ങനെ പരത്തിക്കൊടുത്ത് ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് പറഞ്ഞ പൈസയാവൂല. കുട്ടികളെ പോറ്റണമെങ്കിൽ ആദ്യം കൽബിന്റെ ഉള്ളിൽ ഒരു നീയത്ത് ഉണ്ടാകണം. എന്റെ ഓളെയും കുട്ടികളെയും പോറ്റണമെന്ന നീയത്ത്, അതുണ്ടായാൽ അല്ലാഹു തആല തന്നോളും. ഇവൻ അങ്ങനെ റൂട്ടിൽ ഇറങ്ങി, അല്ലാഹു പല വഴിക്ക് സഹായിച്ചു. ഇപ്പം കരഞ്ഞുകൊണ്ട് പറയും, ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോഴത്തേക്കും 3000-ഉം 4000-ഉം ചിലപ്പോഴൊക്കെ 6000-ഉം 7000-ഉം രൂപ ബറക്കത്തോടു കൂടി ലാഭമായിട്ട് മാത്രം കീശയിൽ വരുന്നു ഉസ്താദ്. ദിവസവും റബ്ബിലേക്ക് ഏൽപ്പിച്ചിട്ട് ഇറങ്ങുമ്പോൾ റബ്ബ് തആല തരുന്ന വല്ലാത്തൊരു സന്തോഷം. അങ്ങനെയാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും റബ്ബിലേക്ക് തവക്കുൽ ചെയ്താൽ അല്ലാഹു തആല അവന് മതിയായവനാ. ഒരിക്കലും അടിമയെ അല്ലാഹു തആല അവഗണിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളൊന്ന് പരിധി നോക്കിയേ, എത്രയോ അമുസ്ലിമീങ്ങളില്ലേ, എത്രയോ നിരീശ്വരവാദികളില്ലേ, ഇല്ലേ? അവർക്കൊക്കെ ജോലിയുണ്ട്, അവർക്കൊക്കെ വീടുണ്ട്. അതില്ലാത്തവരുണ്ട്, ഇല്ലാന്നല്ല, വീടുണ്ടാകുന്നുണ്ട്, ജോലിയുണ്ട്, മക്കൾക്ക് മാന്യമായ വിദ്യാഭ്യാസമുണ്ട്, അവർക്കും വലിയ ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട്. അത് യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും അല്ലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും ഏഷ്യൻ രാജ്യങ്ങളിലായാലും മുസ്ലിമീങ്ങളെക്കാൾ ജനങ്ങളുള്ളത് അമുസ്ലിമീങ്ങളാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അവരിൽ കുറെ പേർക്ക് ദൈവവിശ്വാസവുമില്ല. എന്നിട്ടും എന്തേ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ പോകാൻ കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിലൊരു തേട്ടമുണ്ട്. എന്താ തേട്ടം? പെണ്ണ് കെട്ടുമ്പോൾ തന്നെ ആലോചിക്കുന്നു, എനിക്കൊരു പെണ്ണ് കെട്ടണം, കെട്ടിയിട്ട് മാന്യമായിട്ട് ആ പെണ്ണിനെ എനിക്ക് സംരക്ഷിക്കണം. ആ ഭാര്യയിൽ മക്കളുണ്ടാകുമ്പോൾ ആ അച്ഛൻ ആഗ്രഹിക്കുന്നു, എന്റെ മക്കളെ പോറ്റണം, അവർക്ക് മതിയായ വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലാഹു തആല അടിമയുടെ ഹൃദയത്തിലേക്കാണല്ലോ നോക്കുക. കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യണമെന്നില്ല, ഇങ്ങോട്ട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യണമെന്നില്ല, വായ കൊണ്ട് പറയണമെന്നില്ല, ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കൊരു വീടുണ്ടാകണം. 50,000 രൂപ കൈ കൊണ്ടെണ്ണാത്ത മനുഷ്യനാണ് 50 ലക്ഷത്തിന്റെ വീടെടുക്കുന്നത് കാണാം, അല്ലെ? 50,000 രൂപ ജീവിതത്തിൽ കൈ കൊണ്ടെണ്ണാത്തവനാണ് 25 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങുന്നത് കാണാം. ജീവിതത്തിൽ 1 ലക്ഷം രൂപ എങ്ങനെയെന്നറിയാത്തവനാണ് 15ഉം 20ഉം ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കാണാം. എന്തിനേറെ ദൂരെയൊക്കെ പോകണം. മദ്രസയിലെ ഉസ്താദുമാർക്ക് എത്രയാ ശമ്പളം? ഏറിപ്പോയാൽ മദ്രസ മുഅല്ലിമീങ്ങൾക്ക് 12,000-ന്റെ താഴെയാണ് ശമ്പളം, അല്ലെങ്കിൽ 15,000-ന്റെ താഴെ. ഖതീബുമാർക്കാണെങ്കിൽ 25,000-ന്റെ താഴെയാണോ ശമ്പളം? കേൾക്കണേ, ഒരാളോട് പോലും സങ്കടം പറയാതെ, ഒരാളോടും പ്രയാസം പറയാതെ ഈ കിട്ടിയ ശമ്പളം കൊണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന എത്ര മദ്രസാധ്യാപകരാണ്. ഇതിനിടെ ഏകദേശം ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ ഞാനൊരു ഉസ്താദിന്റെ മകന്റെ കല്യാണത്തിന് ചെന്നു. ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് മുഴുവനും മദ്രസാധ്യാപകരായ ഉസ്താദുമാരാണ്. അവർക്ക് മുഴുവനും 4 വീൽ വണ്ടിയുണ്ട്. നോക്കണം, വെറും 10,000-12,000 ശമ്പളത്തിൽ താഴെ ശമ്പളമുള്ള ഉസ്താദുമാരെ വീട്ടിൽ മുഴുവനും കാറുകളുണ്ട്. പല ഉസ്താദുമാർക്കും കാറിന്റെ കൂടെ ബൈക്കുകളുമുണ്ട്. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ മാസത്തിലുള്ള മീറ്റിംഗിന് എവിടെയെങ്കിലും റേഞ്ച് യോഗം ഉണ്ടെങ്കിൽ ആ റേഞ്ച് യോഗമുള്ള പരിസരത്തൊന്ന് ചെന്ന് നോക്കൂ. ഉസ്താദുമാരെ കയ്യിലൊക്കെ വണ്ടി കാണാൻ കഴിയും. അവരെ കീശയിലൊക്കെ 500-ഓ 1000-ഓ 2000-ഓ രൂപ പണമുണ്ടാകും. നോക്കണം, ഒരിക്കലും ഒരു ദാരിദ്ര്യമോ പട്ടിണിയോ കടമോ അവരെ സ്പർശിക്കാറില്ല. പലരും ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. ഇതൊന്നും ജനങ്ങൾ സഹായിച്ചിട്ടുമല്ല. എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. ഏകദേശം 1 വർഷം മുമ്പ് ഒരു സ്റ്റേജിന്റെ മേലെ വെച്ച് 3 മുഅല്ലിമീങ്ങളെ ആദരിച്ചിരുന്നു. ആ ആദരിക്കൽ ചടങ്ങിന് ഞാനും ഭാഗവാക്കായിരുന്നു. 3 മുഅല്ലിമീങ്ങളും എനിക്ക് പരിചയമുള്ളവരായിരുന്നു. 3 പേരും ജീവിതത്തിൽ 10,000 രൂപ എങ്ങനെയാണെന്ന് ശമ്പളമായിട്ട് പറ്റാത്തവരാണവർ. 10-ൽ താഴെയായിരുന്നു 3 പേരുടെയും ശമ്പളം. ഒരാൾക്ക് 4 പെൺകുട്ടികളും 4 ആൺകുട്ടികളുമാണ്. 2 ബെഡ്റൂമിൽ വെച്ചിട്ട് 4 പെണ്ണിന്റെ കല്യാണം കഴിച്ചു കൊടുത്തു. എങ്ങനെ കഴിച്ചു എന്നറിയില്ല. റബ്ബ് തആല സഹായിച്ചു. ചുരുക്കി പറഞ്ഞാൽ, നാം റബ്ബിലേക്ക് നമ്മെ ഏൽപ്പിച്ചാൽ, ശരീരത്തെ ഏൽപ്പിച്ചാൽ ഇല്ല ശരീരത്തിന് കേടുപാട് വരില്ല. നമ്മുടെ സമ്പത്തിനെ അല്ലാഹ് കേൾപ്പിച്ചാൽ, ഭാര്യയെ അല്ലാഹ് കേൾപ്പിച്ചാൽ, മക്കളെ അല്ലാഹ്
അള്ളാഹ് ഏൽപ്പിച്ചാൽ, ജീവിതത്തെ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമക്കല്ല മതിയായവനല്ലേ, എല്ലാറ്റിനും തികഞ്ഞവനാണ് അല്ലാഹു തആല. രോഗമുണ്ടോ മാറ്റിത്തരാൻ അല്ലാഹുക്ക് കഴിയും. ആശുപത്രിയിൽ പോകണം, ചികിത്സിക്കണം, അത് നിർബന്ധമാണ്. ചികിത്സിക്കാതെ പെന്തിക്കോസ്ത് മിഷന്റെ രോഗശാന്തി ശുശ്രൂഷ പോലെ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്ത് രോഗം മാറ്റലല്ല, പടച്ച റബ്ബിലേക്ക് രോഗത്തെ ഏൽപ്പിച്ച് അള്ളാഹിനോട് ശിഫയാക്കാൻ പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോവുക. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് പെൺകുട്ടികളുണ്ട്, എനിക്കാണ് കുട്ടികളുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ല, എന്റെ എല്ലാ കാര്യവും നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ നീ ജോലിക്ക് പോയി 300, 400, 500 രൂപ മാത്രം ദിവസ വരുമാനം കിട്ടിയ നീ പേടിക്കേണ്ട. 500 കൊണ്ട് നിന്റെ എല്ലാ കാര്യവും നിന്റെ റബ്ബ് തആല കഴിച്ചു തരും. കാഞ്ഞങ്ങാട് പരിസരത്ത് നോക്കണം, എന്നോ ഗൾഫിലേക്ക് പോയി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി ഒരു AC-യുടെ തണുപ്പ് പോലും ജീവിതത്തിൽ കൊള്ളാതെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ ഒട്ടേറെ സമ്പന്നരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ നാട്ടിൽ മാത്രം ജോലി ചെയ്ത് നാട്ടിൽ നിന്നൊരിക്കലും കപ്പലിലോ വിമാനത്തിലോ കയറിപ്പോകാതെ നാട്ടിൽ തന്നെ ജീവിച്ച എത്രയോ മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട്. അവരും പെൺകുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട്, അവരും വീടുണ്ടാക്കിയിട്ടുണ്ട്, അവരും വാഹനം വാങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റബ്ബ് കൂടെ നിന്നില്ലെങ്കിൽ പണം ഉള്ളത് കൊണ്ട് ഗുണമില്ല, അല്ല കൂടെ നിന്നില്ലെങ്കിൽ ആരോഗ്യമുള്ളത് കൊണ്ട് ഗുണമില്ല, അല്ല കൂടെ നിന്നില്ലെങ്കിൽ ഒരു സുഖവും ദുനിയാവിലില്ല. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പറയ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ സ്വലാത്ത് വരുന്നേല്ല. മുഹമ്മദ് മുസ്തഫ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും, എന്റെ കൂടെ പറഞ്ഞേ, ഒരു കണ്ണ് ഉറക്കെ പറയ്, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ. പറയ്, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന, ഉറക്കെ പറയ്. ഇതാ നമുക്ക് ആകെയുള്ള കുഴപ്പം. സ്വന്തം ഓളോട് വർത്താനം പറയുമ്പോ എന്തൊരു ഉസാറാ. ഏതോ ആരാന്റെ മോളോട് രാത്രിയിൽ കട്ട് സംസാരിക്കുമ്പോ ഏതോ പെണ്ണോട് മിണ്ടുമ്പോ എന്തോ ഒരു പശു നെയ്യും, എന്തോ ഒരു വണ്ണയുവ, എന്തോ ഒരു പശു നെയ്യും, എന്തോ ഒരു വണ്ണ നെയ്യുവ. ഏതെങ്കിലും പെണ്ണുങ്ങളോട് മിണ്ടുമ്പോ പോട്ടെ, അള്ളാനോട് മിണ്ടുമ്പോ ഒരു ഉസാറ് വരണ്ടേ? ഒന്ന് പറയും. ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും, ഒരു കണ്ണ് ചിമ്മി, ഇങ്ങനെ ഇരിക്കല്ല മുഅ്മിനീങ്ങൾ. ഒരു ആക്ടിവിറ്റി, അള്ള കൂടെ ഉണ്ട് എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഒരാളെ അടുത്തേക്ക് പിരിവിന്, എന്താ ബദറു അടിയിരുന്നോ, പിന്നെ ഒരു പിരിവിന് വേണ്ടിയിട്ട്, അല്ല ഒരു സദക്കക്ക് വേണ്ടിയിട്ട് പോകാൻ. ഇവന് ആകെ 5000 കരുതിയിട്ട് പോയതാ. പോകുമ്പോൾ കിട്ടുവോ. ഓനിക്ക് 2 സുക്കടാണ്. ചിലപ്പം കിട്ടും, ചിലപ്പം തരൂല, ചിലപ്പം തരൂല. ഹാലിൽ ഇങ്ങനെ പോയി ആടെ എത്തിയിട്ട് പറഞ്ഞോടാ, നീ ഒരു 5000 റുപ്യ എനിക്ക് തരുമോ, കുറച്ച് വിഷമുണ്ട്, തിരിച്ചു തരാൻ എനിക്ക് ആകൂല. വേഗം ഉള്ളിൽ പോയിട്ട് ഓൻ 50,000 റുപ്യ എടുത്തിട്ട് കൊടുത്തു. വരുമ്പോ ഇങ്ങോട്ടൊക്കെ ഓന്റെ പോകുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ്, വരുമ്പോഴുള്ള ഓന്റെ ശരീരഭാഷ, എത്ര നടക്കാൻ കഴിയാത്തവന് 50 കിട്ടിയാലേ എന്തായിരിക്കും ഓന്റെ ശരീരഭാഷ. കൂടെ തന്നെ നിന്ന് വേണ്ടതൊക്കെ തരുന്ന പടച്ച റബ്ബിനോട് വർത്താനം പറയുമ്പോൾ എപ്പോഴും അള്ളാന്റെ അടിമയായി കിട്ടുമ്പോ ഇല്ല കിബറുണ്ടാകൂല, പക്ഷെ വല്ലാത്തൊരു ആക്ടിവിറ്റി ഉണ്ടാവും. ഇന്നല്ലാഹ യുഹിബ്ബുർ റജുലൽ ഖവിയ്യ. എന്റെ കൂടെ ഒന്ന് ഈ ഹദീസ് ഒന്ന് പറയ്. ഇന്നല്ലാഹ യുഹിബ്ബുർ റജുലൽ ഖവിയ്യ. ഇങ്ങനെ ആകരുത്. പെണ്ണ് കാണാൻ പോയിട്ട് കസാൽമേലിരുന്നു, ഇങ്ങനെ ഇരുന്നു. പെണ്ണ് നല്ല ബോഡി ലാംഗ്വേജ് ഒക്കെ, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, MSc മനഃശാസ്ത്രവും അതുപോലെ സോഷ്യൽ വർക്ക് കഴിഞ്ഞ പെണ്ണ. ഈ ഒരു കോസൻ മോൻ എനിക്ക് കൊണ്ടുവന്നു, കാണാൻ ഭംഗിയിലുണ്ട്. പിന്നെ ഇരുത്തെങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ കാണാൻ നല്ല മൊഞ്ചുണ്ട്, കണ്ണിന് സുവർമ്മയൊക്കെ ഇട്ടിട്ട് ഈ താടിയൊക്കെ ഈ പുരിയൊക്കെ ത്രെഡൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നല്ല ഉസാറിലുണ്ട്. ഇരിക്കാനൊന്നും അറിയില്ല, ഒരു കഞ്ഞിയാ. ഇങ്ങോട്ടൊക്കെ അത് പറയുമ്പോ അങ്ങോട്ട് നോക്കല്ലേ, കഞ്ഞി പറയാനുണ്ട്. ഞാനൊരു 1ാമത്തെ കഞ്ഞിയാണ്, സൂപ്പർ കഞ്ഞി. ഇങ്ങോട്ടൊക്കെ
ഓനിങ്ങനെ ഇരുന്നു, എന്നോ പറഞ്ഞു. പെണ്ണ് പറഞ്ഞു എനിക്ക് ഓനെ വേണ്ട, അവന്റെ ശരീരഭാഷ ശരിയില്ല. നമ്മൾ അള്ളാന്റെ മുമ്പിൽ നല്ല ആരോഗ്യമുള്ള ശക്തിയുള്ള മനുഷ്യനെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുക. നടത്തത്തിലൊരു കിബറുണ്ടോ? അവനുണ്ടോ? നിങ്ങൾ ഭൂമിയിൽ കിബറനായി നടക്കരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കരുത് എന്നല്ല എന്റെ അർത്ഥം, താഴ്മയില് ജീവിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ ഒന്ന് എന്നോട് പറഞ്ഞേ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം ഒന്ന് ആക്ടിവിറ്റി പ്രകടിപ്പിക്കേ. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകാൻ എപ്പം അറിയാം, ഒന്ന് കൊടുക്കുമ്പോ ഏറ്റവും കൂടുതൽ നമ്മളാകെ ഐസായി പോക്കെ എപ്പം അറിയോ, കൈ കെട്ടിയാലേ. ഹാഫിളായ ഉസ്താദാണ് മൂപ്പർക്കാറ്റ് ഒറ്റ തോന്നല് തോന്നി അൽബക്കർ ഓതാന്നിട്ടോ ബേക്കുന്ന ഇപ്പൊ എന്താ ചെയ്യാ, പഠിച്ചോനെ ഇറങ്ങി ഓടാനും കഴിയില്ല. പിന്നെ ഇനി മൂപ്പര് അൽബക്കർ ഒന്നും വേണ്ട, മൂപ്പര് വസ്സമായി വത്താരിയൊക്കെ ഓതി നേരിക്കോ. അല്ലാ ഇസാക്കല്ലി ഇത് ഓതിയ ഇപ്പൊ എന്താ ചെയ്യാ, എപ്പോ ഇത് തീരുക? ഈറ്റകളെ മുഴുവൻ പിരിച്ചു വിട്ടിട്ട് കുലവർ പിന്നാസി ഒന്നാക്കി ഈച്ചേരിനെ പോലത്തെ ഖതീബാക്കണമെന്ന് നോക്കണം. ആകൂലെന്നേ, നമ്മൾ ഐസായി പോക്കാണ്, ഊന്ന് മുറിഞ്ഞു പോവുക. ഏറെക്കുറെ മനുഷ്യന്മാർ ഉടുത്ത തുണിയൊക്കെ അഴിഞ്ഞു പോകും, പിന്നെ ബെൽറ്റ് കിട്ടിയോണ്ട് നിൽക്കുകയാണ്. അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോ അങ്ങനെയാണ്. നമുക്ക് ഈ റബ്ബിനോട് എത്ര വേണമെന്ന് പറഞ്ഞു കൊടുത്താലും, നിങ്ങളറിയോ, ഈ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നിരുന്ന മഹാന്മാരായ സ്വഹാബത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവരൊക്കെ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പല്ലേ എല്ലാവർക്കും മറ്റത് കൂടി ഷാറ് കൂടി. സ്വഹാബത്തിന്റെ ഉള്ളിലേക്ക് അള്ള കയറിയപ്പോ ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ? അസ്സനല്ലാഹു തആല ബിദീനിൽ ഇസ്ലാം. ഇസ്ലാം ദീന് കൊണ്ട് അള്ള ഞങ്ങളെ ഇസ്സത്തിലാക്കി. റോമ പേർഷ്യ സാമ്രാജ്യങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാമുള്ള മുസ്ലിമീങ്ങളെ കാണുമ്പോൾ കിടുകിട റോമ പേർഷ്യ സാമ്രാജ്യത്തിലുള്ള ഭരണാധികാരികൾ വിറച്ചുപോയി. കാരണം വല്ലാത്ത ആക്ടിവിറ്റി പ്രകടിപ്പിച്ചു, വല്ലാത്ത ആരോഗ്യം പ്രകടിപ്പിച്ചു, വല്ലാത്ത ആത്മധൈര്യം പ്രകടിപ്പിച്ചു, വല്ലാത്ത മനോധൈര്യം പ്രകടിപ്പിച്ചു. ഉള്ളിൽ ഈമാൻ അങ്ങ് നിറഞ്ഞു കിട്ടിയാൽ അങ്ങനെ കൂടെ തന്നെ എന്റെ റബ്ബുണ്ട്. അള്ളാഹ്ക്ക് എല്ലാ മെഷീൻ ഗണ്ണും എല്ലാ റോക്കറ്റും എല്ലാ ബോംബും തടയാൻ കഴിയും. എന്റെ റബ്ബ് തടഞ്ഞിട്ടുണ്ട്. അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടായാലില്ലേ, മുഖത്ത് നോക്കിയാൽ തന്നെ വേറൊരാള് പേടിച്ചു പോകും. നിങ്ങളറിയില്ലേ, ആലി മുസ്ലിയാരും ലവക്കുട്ടിയും കുഞ്ഞിക്കാദറും ചമ്പ്രശ്ശേരി തങ്ങളും വാരിയൻ കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും ഉൾക്കൊള്ളുന്ന 921 സ്വാതന്ത്ര്യ സമര പോരാളികളെ കണ്ടപ്പോ ബ്രിട്ടീഷുകാരുടെയും മുട്ട് വിറച്ചില്ലേ, ബ്രിട്ടീഷുകാരുടെ മുട്ട് വിറച്ചില്ലേ? കാരണം ഇതാണ്, നിറഞ്ഞ ഈമാനിന്റെ പ്രതീകങ്ങളായിരുന്നു അവർ. ഉള്ളിൽ ഈമാൻ നിറഞ്ഞു കിട്ടിയാൽ നമുക്കൊക്കെ മാറ്റം വരും. നമ്മളിങ്ങനെ കുഴഞ്ഞു പോകുന്നത് എന്തുണ്ടെന്നറിയോ? അള്ള കൂടെ ഇല്ലാന്ന് തോന്നുന്നുണ്ടാണ്. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും മലയാളത്തിൽ കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം പോലും എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ, എനിക്കെന്നെ മാനേജ് ചെയ്യാൻ കഴിയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. മാത്രമല്ല നാം ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹ് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ? സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെക്കപ്പെട്ട പേരിന്റെ ഉടമയാരാണ്? സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള ജനസമൂഹത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ തങ്ങൾ എല്ലാ കാര്യവും റബ്ബിൽ ഏൽപ്പിക്കുമായിരുന്നു. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി, അത് നേരെയാക്കണമെങ്കിൽ സ്വഹാബത്ത് അല്ലാഹുവിൽ ഏൽപ്പിക്കുമായിരുന്നു. എല്ലാം അല്ലാഹുവിനോട് പറയും. രോഗം വന്ന റബ്ബിനോട് പറഞ്ഞ ആശുപത്രിയിൽ പോകും. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്താകുന്ന അന്ന് രാത്രി, വെള്ളിയാഴ്ച രാത്രിയായിരുന്നു, ഇതുപോലുള്ള രാത്രി, അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്,
വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. ഉച്ച മുതലേ ക്ഷീണമുണ്ടായിരുന്നു. ഒറ്റ നിസ്കാരത്തിന്റെയും ജമാഅത്ത് കളഞ്ഞില്ല. മഗ്രിബ് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചു. ക്ഷീണം കൂടി വരുന്നുണ്ട്. ഇശാവും ജമാഅത്തായി വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചു. ഇശാ കഴിഞ്ഞപ്പോൾ തന്റെ അനുജന്മാരോട് പറഞ്ഞു, ഇനി നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന്. ഇശാ കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകാൻ അങ്ങ് ഇറങ്ങുമ്പോ ക്ഷീണം നല്ലോണുണ്ട്. നമ്മൾ വേഗം അങ്ങ് പോകല്ലേ ചെയ്യാ. അവിടെ എല്ലാരും വിളിച്ചു കൂട്ടി. പുരയിലുള്ള ഓളോടും കുട്ടികളോടും എല്ലാം എടുത്തു വന്നിട്ട് പറഞ്ഞാൽ ഫാത്തിഹയാക്കി. എന്നിട്ട് മൂപ്പര് തന്നെ ദ്വാരന്ന് ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ നേരെ ആശുപത്രിയിൽ പോയി മരിച്ചിട്ട് വന്നു. ഇങ്ങനെ ആകണം. നമ്മുടെ മലയാളില്ലേ, അറബിയിൽ ദ്വാരക്കണമെന്നില്ല. മലയാളില്ലേ, രോഗം വരുമ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, ദാരിദ്ര്യം വരുമ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, ആരോഗ്യമുള്ളപ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക. അങ്ങോട്ട് രോഗം വരുമ്പോ മാത്രല്ല, ആരോഗ്യമുള്ളപ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക. പിന്നെ ഇങ്ങോട്ട് നല്ലോണം പൈസ ഉണ്ട്, അള്ളാന്റെ കൂടെ നിൽക്കുക. സന്തോഷമുള്ളപ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, സങ്കടമുള്ളപ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക. എല്ലാ സമയത്തും നാം റബ്ബിന്റെ കൂടെയാവുക. അങ്ങനെ ആകുമ്പില്ലേ, എന്നും നീ അള്ളാനെ ശ്രദ്ധിച്ചു ജീവിച്ചാൽ നിന്നെ അള്ളാ ശ്രദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെപ്പോഴും നമുക്ക് വലിയ താടിയും കുറെ മോതിരോ മുട്ടോളുള്ള തുണിയും കുറെ പച്ചശാളം തൊടാനാകൂല. ആവൂല. താടി വളർത്തണം, സുന്നത്താ. പിന്നെ കുറെ മോതിരിടാൻ പറ്റില്ല, ഒറ്റ മോതിരേ സുന്നത്തുള്ളൂ. ഒരു മോതിരിടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ 5 നേരം നിസ്കരിച്ചിട്ട് അതിന്റെ ഇടയിലുള്ള ഹറാമെല്ലാം ഒഴിവാക്കി കൽബിലെപ്പോഴും റിഫായി ശൈഖിനെ പോലെ ഔദുൽ ആദമിനെ പോലെ നാവ് കൊണ്ട് തന്നെ ചൊല്ലണമെന്നില്ല. നമ്മുടെ കണ്ണിൽ ഇങ്ങനെ അള്ളാന്റെ ആ പേരില്ലേ, അതിങ്ങനെ എപ്പോഴും കണ്ടുകൊടുക്കുക. പേര് അലിഫ് ലാമ് അത്. ആകാശം നിയന്ത്രിക്കുന്നവൻ അവനാണ്, ഭൂമി നിയന്ത്രിക്കുന്നവൻ അവനാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എന്നെ പൂർണ്ണമായ നിലയിൽ പടച്ചതവനാ. ഈ നേരം വരെ ഞാൻ അള്ളാനെ മറന്നപ്പോഴും എന്നെ ഓർമ്മിച്ചതവനാ. എഴുത്തൊന്നിങ്ങനെ പറഞ്ഞ അലിഫ് ലാമ് ഈ കണ്ണുന്നത് ഇങ്ങനെ തലച്ചോറിലൂടെ കാലിന്റെ അടിവരെ ഈ കൈവരലുകളിലൂടെ ഇങ്ങനെ അള്ളങ്ങനെ രക്തത്തോടൊപ്പം അള്ളാനെ പരിചയപ്പെടുത്തി തന്ന പറയും മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു വറസൂലുഹു സ്വല്ലല്ലാഹു. അതിങ്ങനെ ഒഴുകണം. കണ്ണു മുതൽ തലച്ചോറ് മുതൽ കാലിന്റെ അടിവരെ കൈവരലുകളിലൂടെ നാഡീഞരമ്പുകളിലൂടെ രക്തമൊഴുകുന്ന ഭാഗങ്ങളിലൂടെ മുഴുവനും അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹൃദയം ശരീരം അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് തടിയിൽ മൊത്തം ഇങ്ങനെ അള്ളയും റസൂലും അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരിയായിട്ട് ഈ 2 വസ്തുതകൾ, ഈ 2 പേരുകൾ അള്ളയും റസൂലും നമ്മിലൂടെ ഇങ്ങനെ ഒഴുകി ജീവിച്ച് തീരുന്ന അത് വല്ലാത്തൊരു സന്തോഷം. ഒരു കാറ്റിങ്ങനെ വീശുമ്പോ അള്ളാന്റെ ഓർമ്മ, നിലാവിങ്ങനെ കാണുമ്പോ അള്ളാന്റെ ഓർമ്മ, വിരിഞ്ഞു നിൽക്കുന്ന പൂ കാണുമ്പോ. ഞാൻ പറഞ്ഞോട്ടെ, നമ്മളെപ്പോഴും പൊരലല്ലേ, ചിലരെല്ലാം പറയുന്നറിയോ, നിങ്ങൾ ഈ പറഞ്ഞല്ലേ ശരിയാ ഉസ്താദെ, പക്ഷെ ഓളെ കാണുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല മരുന്ന് പറഞ്ഞുതരാം. ഇങ്ങോട്ടും അതേപോലെ പെണ്ണുങ്ങൾ പറയും, നിങ്ങൾക്ക് എന്നാ പറയുന്നതിന് ഉസ്താദെ, കുട്ടികളെ ഉപ്പാനെയും കണ്ടാ പിന്നെ ഈ ദിക്കറെല്ലാം മറന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞുതരാം. ഭാര്യ സ്നേഹത്തോടെ വന്നിട്ട് 2 സൈസ് ഭാര്യയുണ്ട്. ഒന്ന് അറക്കാൻ വെച്ച ഭാര്യയുണ്ട്, ഇത്ര നേരെയാകാത്ത. കുട്ടികളെല്ലാം കുറെ ഉണ്ടാവും. എന്നാലും മുഖത്ത് നോക്കിയിട്ട് ഒരു ഭർത്താവിനോടൊന്ന് ചിരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനത്തത് ഉണ്ടെങ്കിൽ, അടുത്തുണ്ടെങ്കിൽ ഒന്നൊരൊറ്റ നുള്ളിക്കൊടുത്തേ. ഏതെങ്കിലും അങ്ങനെ ഉണ്ട് ചില പെണ്ണുങ്ങൾ. അതിന് മോളെ അടുത്തുള്ളത് ഉമ്മാനെ നല്ലോണം അറിയാലോ, നല്ലോണം നുള്ളി കൊടുക്കുക. ഞാൻ നോക്കണം, ബാക്കി ഞാൻ ഏറ്റു. നോക്കണം, എന്നറിയോ,
പിന്നെ എപ്പം നോക്കിയാലും ഈ ഭർത്താവോട് കുത്തുവാക്ക്, കുശുമ്പ്, കുന്നായ്മ, ദേഷ്യം, വാശി. മക്കളൊക്കെ ഉണ്ട്, സന്തോഷത്തോടെ പെരുമാറാൻ അറിഞ്ഞുകൂടാത്ത അല്ലേ? അങ്ങനത്തെ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ചിന്തിക്കണം, ഇതെനിക്ക് റബ്ബ് തന്നൊരു പരീക്ഷണാണ്, ഗിഫ്റ്റാണ്, സമ്മാനാണ്. ശരിക്കും കേൾക്കണേ, ഇവിടെ മുജാഹിദ് ജമാഅത്തും സുന്നിയും തമ്മിൽ തർക്കമൊന്നുമില്ല, എല്ലാവരും സമ്മതിക്കും. ദുസ്വഭാവിയായ ഭാര്യയാണെങ്കിൽ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടാണ്. ഓള് ചിന്തിക്കണം, ഇതെനിക്ക് നട്ടാണെന്ന്. അയാൾക്ക് ഭർത്താവോട് നിനക്ക് ഭയങ്കര വെറുപ്പാണെങ്കിലില്ലേ, നീ നല്ലോണം സ്നേഹത്തിൽ പെരുമാറിക്കോ, നല്ലോണം. അല്ലെങ്കിൽ ഇല്ലേ, നീ കൊളാവും, നിന്റെ ആഹാരം കൊളാവും, അയാൾ രക്ഷപ്പെടും. അല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒടുങ്ങിപ്പോട്ടെ എന്ന് കരുതിയിട്ടാ അവിടെ നിന്ന് അങ്ങനെ മോശമായി പെരുമാറിയേ. ഇവിടെ അയാൾ രക്ഷപ്പെട്ടു, ഞാൻ കുടുങ്ങി. ഉറപ്പാ ഉറപ്പാ. ഭർത്താവോട് എപ്പോഴൊക്കെ നീ വാശി പിടിച്ച് നേരെ തിരിച്ചുകൊണ്ട് അങ്ങോട്ടാ, ഭർത്താവ് ഭാര്യയോട് ഭയങ്കര അടി ഇടി പിടി അല്ലേ, ഓൻ രക്ഷപ്പെടൂല. ചില ആൾക്കാർ വിചാരം അള്ളയും റസൂലും കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പൊസിഷനാണ് ഭർത്താവ്, നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പൊസിഷനാണ് ഭാര്യ. എനിക്ക് എല്ലാ കളിയും അയാളോട് കളിക്കാം, ഭർത്താവിന് എല്ലാ കളിയും. അങ്ങനെയൊന്നുമില്ല. സ്വന്തം മക്കളെ ദ്രോഹിച്ചതിന് പോലും മാതാപിതാക്കൾ ഇങ്ങോട്ടൊക്കെ മക്കളെ വല്ലാതെ ഇടങ്ങാറാക്കുന്ന മാതാപിതാക്കളില്ലേ, ഉണ്ട്. കുടുങ്ങി പോകുന്നതിന്റെ മുമ്പിൽ കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളെ ഇടങ്ങാറാക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് അല്ലേ? അത് പണ്ട് ഭർത്താവിന്റെ ഉമ്മ ഇടങ്ങാറാക്കി ഇപ്പൊ ഇവള് വിചാരിച്ചു ഇപ്പൊ എന്റെ റോളല്ലേ, ഞാനിത് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ആഹൃദത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇസ്ലാമിൽ എന്തോ 6ാമത്തെ കാര്യമാണ് കെട്ടിക്കൊണ്ടുവന്ന മോന്റെ ഓളെ, എല്ലാ മോന്റെ ഓളെ, 4 മോന്റെ ഓളെയും പുരക്കുന്ന പുറത്താക്കിയിട്ട് സമാധാനത്തിൽ ചിരിക്കുന്ന ചില ആൺകുട്ടികളെ കൊണ്ട് 2 കെട്ടിച്ചിട്ട് ചിരിക്കുന്ന. ഒന്ന് കേൾക്കണേ. എന്നിട്ട് ഈ പെണ്ണുങ്ങൾക്ക് രോഗം മാറാഞ്ഞിട്ട് തങ്ങളെ കാണാൻ പോവാ. ആ തങ്ങളെ കാണാൻ പോയി, ആടുന്ന് മാറുന്നില്ല. എവിടെ പോയിട്ട് എന്താ വേണ്ടത്? മനസ്സിനെ വേദനിപ്പിച്ചു, ആൺകുട്ടികളെ ഭാര്യമാരെ മനസ്സിനെ വേദനിപ്പിച്ചു. ആരെയാണോ നീ വേദനിപ്പിച്ചത് അവന്റെ ദുആഇനെ സൂക്ഷിക്കണേ. മുഹമ്മദ് മുസ്തഫ. ഇനി ദുനിയാവിലൊന്നും വന്നില്ലെങ്കിലില്ലേ, ഖബർ മുതൽ തുടങ്ങുന്ന ലോകത്ത് മക്കളുടെ ഭാര്യമാരെ വേദനിപ്പിച്ചവർ അനുഭവിക്കേണ്ടി വരും. നേരെ തിരിച്ചും പറഞ്ഞുതരാം, പിന്നെ മറന്നു. കെട്ടിക്കൊണ്ടുവന്ന ആൺകുട്ടികളെ ഭാര്യമാര് റാണിയാകുക, എന്നിട്ട് സ്വന്തം ഭർത്താവിന്റെ ഉപ്പയെ നിയന്ത്രിക്കുക, ഉമ്മയെ നിയന്ത്രിക്കുക, ബാപ്പയെ ദ്രോഹിക്കുക, ഉമ്മയെ വേദനിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക. മോളെ നീ കുടുങ്ങിപ്പോവും, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ. ഇവിടെ നോക്കണം, 4 മദ്ഹബും മുജാഹിദ്, ജമാഅത്ത്, സുന്നി, തബ്ലീഗ്, ഇവിടൊക്കെ എല്ലാവരും സമ്മതിക്കും. ആരെയാണോ നാം വേദനിപ്പിച്ചത് അവനോട് പൊരുത്തപ്പെടിക്കാതെ ഇല്ല പടച്ച റബ്ബുൽ ഇസ്സത്ത് നിന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കില്ല. ഇവിടെ 2 അഭിപ്രായമല്ല, എന്റെ വിഷയമേ അതല്ല. പ്രിയപ്പെട്ട ഭാര്യ സ്നേഹത്തോടെ ഭർത്താവിന്റെ അടുക്കലേക്ക് ചായയുമായി വന്നു, പലഹാരവുമായി വന്നു, അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന മണിയറയിലേക്ക് ചിരിച്ചുകൊണ്ട് ഭാര്യ കടന്നു വരുമ്പോൾ ഭർത്താവ് ചിന്തിക്കണം, അല്ലാ, ഭാര്യയുടെ ഹൃദയത്തിൽ എന്നോട് കാരുണ്യവും സ്നേഹവും മമതയും വാത്സല്യവും ഇട്ടുകൊടുക്കുന്നത് നീയല്ലേ അല്ലാ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഭാര്യ ഭർത്താവോട് ഓരോ പ്രാവശ്യവും സ്നേഹം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ ഭർത്താവ് ചിന്തിക്കണം, ഇത് എന്റെ റബ്ബ് താല ഇട്ടുകൊടുക്കുന്ന കാരുണ്യമല്ലേ. ഇവളെ ചിരി കാണുമ്പോൾ ഞാൻ ഓർമ്മിക്കേണ്ടത് അല്ലാ നിന്നെയല്ലേ. ഭർത്താവ് പച്ചമീൻ വാങ്ങി, പച്ചക്കറി വാങ്ങി, സാധനങ്ങൾ വാങ്ങി കാഞ്ഞങ്ങാട്ടങ്ങാടിയിൽ നിന്ന് മുട്ടുന്തലയിലെ പുരയിലേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് 1.5 കൊല്ലമോ 1 കൊല്ലമോ കൂടുമ്പോ സാധനങ്ങളെല്ലാം വാങ്ങി ലഗേജുമായിട്ട് വീട്ടുപടിക്കലേക്ക് വണ്ടിയുമായിട്ട് കയറി വരുമ്പോ, അല്ലാ, എനിക്ക് വേണ്ടിയല്ലേ ഇയാൾ 1.5 കൊല്ലം മുമ്പ് പടി ഇറങ്ങിപ്പോയത്, എനിക്ക് വേണ്ടിയല്ലേ 1.5 കൊല്ലം ഇയാൾ അവിടെ കഷ്ടപ്പെട്ടത്, എന്നെ കാണാൻ വേണ്ടിയല്ലേ ഇയാൾ കയറി വരുന്നത്. അല്ലാ, അയാളെ കൽബിൽ നീ എനിക്ക് വേണ്ടി നീ ഇട്ടുകൊടുത്ത കാരുണ്യമല്ലേ. മനസ്സിൽ, ഭർത്താവിന്റെ മനസ്സിൽ എന്നോട് സ്നേഹമില്ലെങ്കിൽ അയാൾ
അയാൾ എന്റെ വീട്ടിലേക്ക് കയറി വരില്ലല്ലോ, എന്നെ സ്നേഹിക്കില്ലല്ലോ, എന്നെ ഓർമ്മിക്കില്ലല്ലോ, എനിക്ക് വേണ്ടി കട്ടപ്പെടില്ലല്ലോ. എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളെ, ഭാര്യയുടെ സ്നേഹം കാണുമ്പോൾ ഓർമ്മ വേണം അല്ലാഹുവിനെ കുറിച്ച്. ഭർത്താവിന്റെ സ്നേഹവാത്സല്യം കാണുമ്പോൾ ഓർമ്മ വേണം അല്ലാഹുവിനെ കുറിച്ച്. ഓരോ മക്കളും അടുത്തു വന്ന് ഉപ്പ ഉപ്പ എന്ന് വിളിക്കുമ്പോ എന്റെ ഉമ്മമാരെ, ഉമ്മാ സ്നേഹത്തോടെ മക്കൾ വന്ന് നിങ്ങളെ വിളിക്കുമ്പോ, അടുത്തിരിക്കുമ്പോ, പുഞ്ചിരിക്കുമ്പോ, നല്ല വർത്തമാനങ്ങൾ പറയുമ്പോ, അല്ലാ എന്റെ മക്കളെ കൽബിലേക്ക് എന്നോട് വാത്സല്യവും സ്നേഹവും കാരുണ്യവും ബന്ധവും അടുപ്പവും മമതയും ഇട്ടുകൊടുത്തത് നീയല്ലേ അല്ലാ. മുഖല്ലിബുൽ ഖുലൂബ് നീയല്ലേ അല്ലാ. ഹൃദയത്തെ മാറ്റിമറിക്കുന്നത് നീയല്ലേ അല്ലാ. മുട്ടുന്തലയിലെ ഹിന്ദുക്കൾ ഈ മഖാമിലേക്ക് കയറി വരുമ്പോ, മുട്ടുന്തലയിലെ ഹിന്ദുവും മുസ്ലിമും കണ്ടുമുട്ടിയിട്ട് പരസ്പരം സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അടുപ്പത്തിന്റെ വർത്തമാനങ്ങൾ പറയുമ്പോ ആലോചിക്കണം, ഇവിടെ 1400 കൊല്ലമായി കേരളത്തിലും ഇന്ത്യയിലും മുസ്ലിമീങ്ങൾ, ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളോട് പഴയ കാലം മുതലേ ചണ്ട കൂടാൻ വരാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളില്ല, കലാപങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടി എന്നല്ലാതെ പരസ്പരം മതത്തിന്റെ പേരിലുള്ള കലഹങ്ങൾ ചരിത്രത്തിൽ വളരെ വളരെ കുറവല്ലേ. കാരണം പടച്ചിറപ്പ് അവരെ ഹൃദയത്തിൽ നമ്മളോട് ഇങ്ങോട്ട് ഇട്ടുകൊടുത്ത അവർക്ക് നമ്മളോടുള്ള സ്നേഹമല്ലേ, ബഹുമാനമല്ലേ. ആകാശം മുതൽ ഭൂമി വരെയുള്ള കാര്യത്തിന്റെ നിയന്ത്രണമല്ല നിന്റെ കയ്യിലല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായാലും, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായാലും, ലോകത്തെ നിയന്ത്രിക്കുന്ന ധാരാളം പ്രധാനമന്ത്രിമാരുണ്ട്, പ്രസിഡന്റുമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, കലക്ടർമാരുണ്ട്. എല്ലാവരും ഉണ്ടായാലും അല്ലാ, മനസ്സിന്റെ നിയന്ത്രണം നിന്റെ കയ്യിലല്ലേ. ശരീരത്തിന്റെ ചലനങ്ങളെയും നിശ്ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് നീയല്ലേ. ചുരുക്കി പറഞ്ഞാൽ, നാം ഒരാൾ ചിരിക്കുന്നത് കാണുമ്പോൾ ആ ചിരിയിൽ അല്ലാഹനെ കാണണം, ഒരാൾ വെറുക്കുന്നത് കാണുമ്പോൾ ആ വെറുപ്പിലും. ഞാൻ പറഞ്ഞല്ലേ, ഓള് വല്ലാതെ ദേഷ്യം പിടിക്കുമ്പോ പടച്ചോനെ നിങ്ങളറിയോ, അഖ്താബുൽ അർബഅത്ത് 4 പേരാണ്. 4 പേര് ഞാൻ പറയുന്നില്ല, അറിയാലോ. ഏകദേശം 4 കുത്തുബീങ്ങളുണ്ട്, അല്ലാത്ത കുത്തുബീങ്ങളുണ്ട്. ആ 4 കുത്തുബീങ്ങളിൽ ഒരു കുത്തുബിന്റെ ഭാര്യന്റെ പണി ഇടക്കിടക്ക് ഭർത്താവിനെ ചീത്ത പറയല. അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ഭാര്യ ശരിക്കും മനസ്സിലാക്കണേ. അപ്പോ നമ്മൾ ചിന്തിക്കണം, 4 അഖ്താബീങ്ങളിൽപ്പെട്ട ഒരു കുത്തുബിന്റെ ഭാര്യയുടെ പണി ഇടക്കിടക്ക് ഭാര്യ ഭർത്താവിനെ ഇടങ്ങേറാക്കും, ഭയങ്കര ഇടങ്ങേറാക്കും. ഇബ്നുൽ കൽബ് എന്തെല്ലോ വിളിക്കും, ചീത്തയെല്ലാം വിളിക്കും. ഒരിക്കലും ഇത് കേട്ടിട്ട് വേറെ ആരോ ചോദിച്ചു പോലും, അല്ലപ്പോ ഈ മഹാനാണെങ്കിലോ സയ്യിദാണ്, അഹ്ലു ബൈത്താണ്. ബക്കറ്റ് വരുന്നുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അതിന് പുറമെ തേൻ വിൽപ്പനക്ക്, തേനുണ്ട് ഇവിടെ വിൽപ്പനക്ക്. അതിന് പുറമെ ബക്കറ്റ് പിരിവുണ്ട്. എല്ലാവരും നന്നായി സഹകരിക്കണം. അപ്പൊ ഈ ഭാര്യ ഭർത്താവിനെ, കുത്തുബിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. മൂപ്പര് അഹ്ലു ബൈത്താണ്, ശാഫി മദ്ഹബിലെ വലിയ ആലിമാണ്. അശ്അരി ത്വരീഖത്ത്, നമ്മുടെ ത്വരീഖത്ത് അശ്അരി ത്വരീഖത്ത്, വിശ്വാസ സംബന്ധിയായ വഴിയാണ്. ഖാദിരിയ റിഫാഇയ ത്വരീഖത്തല്ല കേട്ടോ, അശ്അരിയ വഴിയാണ്. നമ്മുടെ അശ്അരിയാണ്. 2 വഴിയല്ല, അശ്അരി മാതുരിദി, നമ്മുടെ അശ്അരിയല്ലേ. ഒക്കെയാണ്, ലോകം അറിയപ്പെടുന്ന മഹാനാണ്. സ്വന്തം ഓളിങ്ങനെ ഇടങ്ങറായി കൊടുക്കും. ചോദിച്ചനും പറഞ്ഞു വരും, അതില്ലെങ്കിൽ അതാണ് എന്റെ ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ട്. ഈ ഏതെങ്കിലും ഒരു മൈനസ് നല്ലതാണ്. നമുക്കറിയാലോ, ഭാര്യ അല്ലെ, ഭാര്യയുടെ മേൽ ക്ഷമിക്കുന്ന ഭർത്താവിന് ആരെങ്കിലും ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ മേൽ ക്ഷമിച്ചാൽ ഭാര്യയുടെ മേൽ ക്ഷമിക്കുന്ന ഭർത്താവിന് ലോകത്തിന്റെ മേൽ ക്ഷമിച്ച അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു കൊടുക്കുന്ന കൂലി പോലുള്ള കൂലി കൊടുക്കുമെന്നല്ലേ. നമുക്കറിയാം, ക്യാൻസർ വന്നു, സ്വന്തം തടിക്ക് ക്യാൻസർ വന്നു, നമ്മളെന്താ ചെയ്യാ? അപ്പോന്ന് അട്ടഹസിക്കാൻ കഴിയോ? ഈമാനുള്ള മുഅ്മിൻ എന്താ ചെയ്യാ? അൽഹംദുലില്ലാഹ് എന്ന് പറയാ ചെയ്യാ.
എത്ര വേദനിക്കുമ്പോഴും പറയും അൽഹംദുലില്ലാഹ്. ഈമാനുള്ള അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിലും കുടുംബത്തിലും അല്ലാഹ് ക്യാൻസർ തരാതിരിക്കട്ടെ. ചില കുടുംബത്തിലൊന്നും ക്യാൻസർ വന്നിട്ടുണ്ടാകൂല. അൽഹംദുലില്ലാഹ് പറയ്, ഉറക്കെ പറയ്. സ്വന്തം തടിക്ക് വന്നില്ല, അവർ അൽഹംദുലില്ലാഹ് പറയ്. അതൊന്നും പറയുകയും ചെയ്യില്ല. മറ്റൊരു ക്യാൻസർ മതിയാ, ഓനിക്ക് ക്യാൻസറാ, ഉള്ളിൽ ഇങ്ങനെ വരണം, ഓനെല്ലാം അങ്ങനത്തെ കളിയാ കളിച്ചു, ഇങ്ങനെ പറയാ, അങ്ങനെ പറയാ. വായ കൊണ്ട് പറയൂലെങ്കിൽ മനസ്സുകൊണ്ട് പറയും. ആക്സിഡന്റ് ആയി ടൗണില് ആരിക്കട, അത് നമ്മളെ ഓനിക്കാ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഈ എരുമന്റെ തലയിൽ വെള്ളം പറഞ്ഞ മാതിരി അതെല്ലാം അങ്ങനത്തെ കളിയാ കളിച്ചിന്. ആക്സിഡന്റ് ആകണം, നോക്കണം. ഒരുത്തന്റെ ക്യാൻസർ കേൾക്കുമ്പോൾ നമ്മൾ പറയണം എന്റെ തടിക്ക് വന്നില്ലല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാഹ്. ഓനിക്ക് വന്നേനല്ല, നമുക്ക് വരാത്തേനെ. അത് നമുക്കറിയാലേ, ബലാഗ് കേൾക്കുമ്പോൾ ചൊല്ലാനുള്ളൊരു വാക്കുണ്ട്, ഒരു ദിക്റുണ്ട്. ഉസ്താദിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പം പറഞ്ഞറിയോ, നമുക്കൊരു രോഗം വന്നാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയൂലേ, സഹിക്കൂലേ? പാനൂര് ഇസ്മായിൽ ശിഹാബുദ്ദീൻ പൂക്കോയ തങ്ങൾ, നമ്മുടെ കാഞ്ഞങ്ങാട്ട് ഖാദിയായിരുന്ന UK അബൂബക്കർ ആറ്റക്കോയ തങ്ങളുടെ അനുജൻ, മഹാനവറുകൾക്ക് തൊണ്ടക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞറിയോ, അൽഹംദുലില്ലാഹ്. ഡോക്ടർ പേടിച്ചു പോയി. ഭയങ്കര, ഈ മനുഷ്യൻ ഭയങ്കര പവർഫുൾ ഉള്ള മനുഷ്യൻ തന്നെ. ഈ വയസ്സ് വരെ എനിക്കൊരു രോഗം അല്ലാഹ് തന്നില്ലല്ലോ, ഇപ്പോഴല്ലേ വന്നേ, അൽഹംദുലില്ലാഹ്. കാരണം രോഗം പ്ലസ് ആണ്. ആരോഗ്യം നാളെ ആഖിറത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മൈനസ് ആണ്. മറന്നു പോകരുത്. മരിക്കുന്നവർ രോഗം വന്നില്ല, വേണ്ട പോലെ അതിനെ ആഖിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയില്ല, ആഖിറത്തിൽ ചോദ്യം ചെയ്യും. രോഗാണെങ്കിലോ, രോഗം സഹിച്ചു ദമ്മുമുട്ടൽ രോഗം, ശ്വാസം മുട്ട്, ആയ കാലം മുതലേ ശ്വാസം മുട്ട്. മരിക്കുന്നത് വരെ അതിങ്ങനെ അനുഭവിച്ചു. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, തൈറോയിഡ്, സോഡിയം കുറഞ്ഞു പോകല്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അനുഭവിച്ചു. നാളെ ആഖിറത്തിൽ ഇന്നയളമൽ ജസാഇ മഴയളമിൽ ബലാ മുഹമ്മദ് മുസ്തഫ. വലിയ പരീക്ഷണത്തിന്റെ കൂടെയാണ് വലിയ പ്രതിഫലം. അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങൾക്ക് പകരം നീ ഒരിക്കലും വെറുതെയായി പോകൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭാര്യ ദുസ്വഭാവിയാണ്, ഭർത്താവ് ക്ഷമിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് ശാഠ്യക്കാരനാണ്, വാശിക്കാരനാണ്, എന്ത് വെച്ച് വിളമ്പിക്കൊടുത്താലും ദേഷ്യം പിടിക്കുന്ന ഭർത്താവാണ്. പെണ്ണേ, നീ അള്ളാന്റെ കൂടെ നിന്ന് ക്ഷമിച്ചു, അള്ളാഹ് നീ ഹലാലാക്കി തന്ന ഭർത്താവല്ലേ, ഞാൻ നിന്റെ അടിമയല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഇതാ ക്ഷമിക്കും. അത് വല്ലാത്തൊരു സന്തോഷാണ്. അള്ളാഹ് ഒരു വേദന വരുമ്പല്ലേ, ഒരു നല്ല വേദനയുള്ള രോഗം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ക്ഷമിച്ച് നിൽക്കുമ്പല്ലേ, ആ വേദന പോയിട്ട് വരുന്ന ഒരു അനുഭൂതി ഉണ്ട്. ഇങ്ങോട്ട് ഒരു വേദന. ഇപ്പൊ വിശപ്പ് വന്നു, തിന്നാനൊന്നും കിട്ടിയില്ല. ചോദിച്ചു നോക്കിയേ, ഈ നമ്മുടെ ഈ സൺലൈറ്റ് അടക്കമുള്ള, നമ്മുടെ ബിസ്മിൽ അടക്കമുള്ളവരുടെ പഴയകാല ജീവിതത്തെ കുറിച്ച് ചോദിച്ചു നോക്കിയേ. പഴയ കാലത്ത് ഏകദേശം ഇന്ന് ഒരു 65-70 വയസ്സുള്ള മുട്ടും തലയിലെ ഒരു തലമുറയുടെ പഴയ കാലത്തെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു നോക്കിയേ. വിശപ്പ് സഹിച്ചിരുന്നോ, രാവിലത്തെ നാസ്തയില്ലാത്ത എത്രയോ ആളുകൾ, ഉച്ചയ്ക്ക് ചോറില്ലാത്ത, വൈകുന്നേരം ചായയില്ലാത്ത, ഓരോ വിശപ്പും റബ്ബിന് വേണ്ടി സഹിക്കുമ്പോ, ഇപ്പൊ ആലോചിക്കട്ടെ, ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്, അവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? അവർക്ക് കാണാൻ വേണ്ടിയിട്ട് TV പ്രോഗ്രാമുകളില്ല, അവർക്ക് മൊബൈൽ സെറ്റുകൾ കയ്യിലില്ല, ചാർജ് ചെയ്യാനുള്ള കരണ്ട് അവിടെ ഇല്ലല്ലോ, അവർക്ക് ചാർജ് ചെയ്യാൻ മൊബൈൽ സെറ്റുകളില്ല, ഐഫോണില്ല, സ്മാർട്ട് ഫോണില്ല, ടൈം പാസ് കിട്ടാൻ വേണ്ടി അവർക്ക് പ്ലേ ഗ്രൗണ്ട് ഇല്ല, രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. എന്നിട്ടും അവിടെയുള്ള ഫലസ്തീനികൾക്ക് ഡിപ്രഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല, മനോരോഗങ്ങളില്ല. മിനിഞ്ഞാന്നും പത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞോ, ഇസ്രായേലികളിൽ 5 പേരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും സ്ട്രെസ്സാണ്, മനോരോഗാണ്. കാരണം അവർക്ക് വല്ലാത്ത മരണഭയമാണ്, ദുനിയാവിൽ ജീവിക്കാനുള്ള ആഗ്രഹമാണ്. ഇപ്പുറത്തെ ഫലസ്തീനികളാണെങ്കിൽ ഏകദേശം ഒരുപാട് കൊല്ലങ്ങളായിട്ട് അവർക്ക് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നിറപ്പ കിട്ടാർന്ന സ്വപ്നങ്ങളില്ല. അവർക്ക് മഞ്ഞ കല്യാണങ്ങളില്ല, മൈലാഞ്ചി കല്യാണങ്ങളില്ല, അവർക്ക് കല്യാണാഘോഷങ്ങളില്ല.
അവർക്ക് രാത്രിയിൽ ഇങ്ങനെ നിലാവിനെ നോക്കി നക്ഷത്രങ്ങളെ നോക്കി സ്വപ്നം കാണാനുള്ള ചാൻസ് ഇല്ല. എപ്പോഴും തലയിലേക്ക് ബോംബുകൾ വീഴാം. എന്നിട്ടും അവർ സുഖമായിട്ട് ഉറങ്ങുമെങ്കിൽ കേൾക്കണേ, പരീക്ഷണങ്ങളുടെ മുഖത്ത് കിട്ടുന്നൊരു ആസ്വാദ്യതയുണ്ട്. പരീക്ഷണങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ കിട്ടുന്നൊരു മനസ്സമാധാനമുണ്ട്. യുദ്ധമുഖത്ത് കിട്ടുന്നൊരു സമാധാനം. നമുക്ക് ആലി മുസ്ലിയാർ കോയമ്പത്തൂരിലെ തൂക്കുമരത്തിന്റെ മേലെ കയറിയില്ലേ, കൊല്ലാനായി തീരുമാനിച്ചില്ലേ, ആരാച്ചാർമാർ മീശ ചുരുട്ടി കണ്ണുരുട്ടി ചുറ്റും നിന്നില്ലേ, തൂക്കുമരത്തിന്റെ മേലെ നിൽക്കുന്ന ആലി മുസ്ലിയാരോട് ആരാച്ചാർമാർ ചോദിച്ചില്ലേ, ആലി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന്? ആലി മുസ്ലിയാർ പറഞ്ഞു, കുറച്ച് ചൂടുള്ള വെള്ളം കിട്ടുമോ, 2 റക്അത്ത് നിസ്കരിക്കാൻ വുദൂ ചെയ്യാൻ വേണ്ടിയാണ്. തൂക്കുമരത്തിന്റെ മേലെ കയറി നിൽക്കുമ്പോൾ കിട്ടുന്ന കൊടുക്ക്, കാരണം അള്ളാഹുവിലേക്ക് പോകാൻ പോവുകയാണ്. അതൊരു ഇടങ്ങേറ് പിടിച്ച പോക്കല്ല. നമ്മൾ മുട്ടുന്നരയിലെ മീസാൻ കല്യാണം പോകുന്നു, എൻ്റെ ഇപ്പൊരേന്ന് അതിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനാ പറ്റുക? ഇനി അടുത്ത കൊല്ലത്തിൽ ഉറൂസെല്ലാം കിട്ടുമോ? എന്തോ ഒരു ചൊങ്കുള്ള ഉറൂസാ ഇക്കൊല്ലത്തെ ഉറൂസ്, അടുത്ത കൊല്ലത്തെ ഉറൂസെല്ലാം കിട്ടുമോ? ഞാനങ്ങ് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ല. അള്ളാഹുവിലേക്ക് മനുഷ്യനെ ചേർക്കുന്ന പാലത്തിന്റെ പേരാണ് മരണമെന്ന്. ഹബീബിനെ കൊണ്ടുപോയി ഹബീബിൽ ചേർക്കലാണ് മരണം. നമ്മൾ അള്ളാഹിനോട് ഹബ്ബ് വെച്ചാ നമ്മുടെ പേരാണ് ഹബീബ്, അല്ലെ? അള്ളാഹു നമ്മൾ ഇങ്ങോട്ട് സ്നേഹിച്ച അല്ലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബായി. ഹബീബ് മഹബൂബായി. യൂസുലുൽ ഹബീബൈലൽ ഹബീബ്, മരിക്കലോടെ അള്ളാഹുവിൽ ചേർന്നു, സന്തോഷായി. ആലി മുസ്ലിയാർക്ക് വുദൂ കൊടുക്കാൻ നമ്മൾ വുദൂ കൊടുത്ത് വുദൂ നിൽക്കുവോ? തൂക്കുമരത്തിന്റെ ഇങ്ങോട്ടൊക്കെ വലിയ പടായെല്ലാം പെടുന്ന നമ്മള് തൂക്കുമരത്തിന്റെ മേലെ നിൽക്കുമ്പോ ആര് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് തൂങ്ങിക്കൊന്ന്? എന്തായിരിക്കും അവസ്ഥ? ആ വുദൂ നിൽക്കുവന്നേ മനസ്സിലായിട്ടില്ല. അത് ബേക്കോട്ട് പോകുന്നേ, നിങ്ങൾ വുദൂ നിൽക്കുവല്ലേ? ബേക്കിലുള്ള അയാളെ വുദൂ നിൽക്കൂല. വുദൂ നിൽക്കുവോ? നിസ്കരിക്കാൻ കഴിയോ? എന്തായിരിക്കാം നിസ്കാരത്തിന്റെ അവസ്ഥ? തുണി കൊടുത്താ നിൽക്കുവോ? ആലി മുസ്ലിയാരെ വുദൂ കൊടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. 930കളിൽ ഇറ്റാലിയൻ ദേശീയതയ്ക്ക് വേണ്ടി അല്ലെ, ഇറ്റാലിയൻ വിപ്ലവം നടത്തിയ ഉമറുൽ മുഖ്താർ തൂക്കുമരത്തിന്റെ മേലെ നിന്ന് താഴെ ഇറങ്ങി വുദൂ കൊടുത്തു, നിസ്കരിച്ചു. ഏത് കൊടുമ്പിരിക്കൊള്ളുന്ന പരീക്ഷണ മുഖത്തും അള്ളാഹുവിന്റെ കൂടെ നിൽക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ, വേദനിക്കുമ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, വേദന പോവും. വിശപ്പുള്ളപ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, വിശപ്പ് പോവും. ഭാര്യ വല്ലാതെ ചീത്ത പറയുമ്പോ അള്ളാന്റെ കൂടെ നിൽക്കുക, സങ്കടം ഉണ്ടാകൂല. ഇത് അള്ള കാണുന്നില്ലേ? അള്ള കലമിപ്പിക്കല്ലേ? എന്നെ തേച്ച് മിനുക്കിയെടുക്കാൻ, എന്നെ രാഗിയെടുക്കാൻ, എന്നെ ഊതിക്കാച്ചിയെടുക്കാൻ, എന്നെ ശുദ്ധി ചെയ്യാൻ, എന്നെ സംസ്കരിക്കാൻ അള്ള എനിക്ക് ഒരാളെ തന്നു. അൽഹംദുലില്ലാഹ്. കൽമിക്കോട്ടെ, എത്രയും പറഞ്ഞോ, അടിച്ചു വിട്ടോ, ഞാൻ കേട്ടോളാം. ഇയാള് നേരെ തിരിച്ചാണ്, അടിയോടടിയാണ്. തനിക്ക് വേണ്ടി അല്ലെ, തനിക്ക് വേണ്ടി 5-6 കുട്ടികളെ പെറ്റ ഭാര്യയെ തല്ലുന്ന ഭർത്താവ് അല്ലേ? ഇങ്ങോട്ട് തല്ലോട് തല്ല്, വാച്ച് കഴിച്ചു വെച്ചിട്ട് അടിക്കല്, വാച്ചോടെയും തല്ലും. ഒരാൾ ഒരിക്കൽ കാഞ്ഞങ്ങാട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ വിരലിങ്ങനെ വീങ്ങിയിട്ടുണ്ട്, വിരലിങ്ങനെ നീര് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെ അപ്പൊ ചിരിക്കുന്നു, സൈക്കിളിന്റെ മേലെ നിന്ന് പോണ ചിരി. ഞാൻ പറഞ്ഞു, അത് ഓളത്തെ 2 ഓളുണ്ട്, 2 ഭാര്യയുണ്ട്, ഏതോളെ തല്ലിയെന്ന് ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഒരോളെ തല്ലിയിട്ട് ഏകദേശം ഒരു കോലത്തിലായപ്പോ ഒന്നുകൂടി കെട്ടി. നോക്കണം, ഈ തല്ലിങ്ങനെ കൊള്ളുമ്പോ ഈ ഭാര്യയുടെ കലിമിലുണ്ടാകണം, പടച്ചോനെ നീ തല്ലിക്കാൻ, ഇത് ഞാൻ കൊള്ളുകയാണ്. ആ തല്ലിന്റെ പണി അത്ര നല്ല പണിയല്ലെങ്കിലും ഇങ്ങനെ നോക്കൂ, ഓരോ പരീക്ഷണത്തിന്റെയും മുമ്പിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി നമ്മളങ്ങ് ക്ഷമിച്ചു കൊടുക്കും. എല്ലാം സന്തോഷം അള്ളാന്റെ കൂടെ കൂടിയിട്ട് സന്തോഷിക്കുക. ഒരു കല്യാണപ്പുര വക്കത്തിന് നിസ്കരിച്ചും അള്ളാനെ ഓർമ്മിച്ചും ആ കല്യാണപ്പുരയിലെ സന്തോഷം അള്ളാന്റെ സന്തോഷാക്കുക. ഒരു സങ്കടം അത് അള്ളാന്റെ കൂടെ കൂടിയിട്ട്, നിങ്ങൾ അറിയില്ലേ, ഒരു നാദാപുരം ഭാഗത്ത് 2 ആൺമക്കളുള്ള ഒരു ഉപ്പാന്റെ ഒരു മോനെ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊന്നു. 2 കുട്ടികളെ ആകുള്ളൂ. ഒരു മോൻ ആക്സിഡന്റിലും മരണപ്പെട്ടു. ഈ 2 മരണം ഉണ്ടാകുമ്പോ നാട്ടുകാരും ഇങ്ങനെ പഠിച്ചവനെ എങ്ങനെ പോയിട്ട് അയാളെ മുഖത്ത് നോക്കുക, ഒരു കണ്ണെന്ന് ഒരിറ്റ് വെള്ളം വീഴാതെ അയാൾ പറഞ്ഞു വരൂ, അള്ള തന്നു, അള്ള കൊണ്ടുപോയി. വലിയ ഇൽമൊന്നുള്ള ആളല്ല. അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മളെ കാക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അപ്പൊ പരീക്ഷണങ്ങൾ വരിക. അപ്പൊ ഓരോ പരീക്ഷണം വരുമ്പോ ആ പരീക്ഷണം അള്ളാന്റെ കൂടെ നിന്നിട്ടങ്ങ് നേരിടുക. എല്ലാരും പോയാലും ആര് പോകൂല, അടുത്തുനിന്ന് അല്ല പോകൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ അസ്വസ്ഥരായപ്പോ അറിയാലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു പോയി. ഉമറേ വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹ് മരിച്ചിട്ടില്ല ഉമറേ, എന്നും അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട് ഉമറേ. കേൾക്കണേ, ഇതാ അവസ്ഥ. എല്ലാരും പിരിഞ്ഞാലും അല്ലാഹ് ഇപ്പോ ക്യാൻസർ വന്നു, പഠിച്ചോനെ ഇത് ബാക്കിയാകൂലല്ലോ റബ്ബേ. ചിന്തിക്കല്ലേ മുഅ്മിനീങ്ങളെ, മരിച്ചു പോയാലും ഞാൻ എൻ്റെ അള്ളാന്റെ കൂടെയല്ലേ. ദുനിയാവിൽ കിട്ടിയത് മുഴുവനും അള്ളാന്റെ റഹ്മത്തല്ലേ. മരിച്ചു കഴിഞ്ഞാൽ ആഖിറം മുഴുവനും അള്ളാന്റെ അറ്റമില്ലാത്ത റഹ്മത്തല്ലേ. ദോഷങ്ങളുണ്ടെങ്കിൽ ഈ ക്യാൻസർ വന്ന സമയത്തൊന്ന് പൊരുത്തപ്പെടിച്ചൂടെ? കേൾക്കണേ, ഇനിയും എത്ര പൊരുത്തപ്പെടിച്ചാലും ബാക്കിയാകാത്ത ദോഷങ്ങളുണ്ട്. നിരാശപ്പെടാൻ പാടില്ലല്ലോ, ഉത്കണ്ഠപ്പെടാൻ പാടില്ലല്ലോ. രോഗം വന്നാൽ പ്രതീക്ഷ കൽബിൽ സൂക്ഷിക്കണമെന്നല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇല്ല മുഅ്മിനീങ്ങളെ, നമുക്കൊരു ടെൻഷൻ ആകേണ്ട വിഷയമേ ഇല്ല, നമുക്കൊരു സങ്കടപ്പെടേണ്ട വിഷയമേ ഇല്ല. എല്ലാം പരിഹരിച്ചു തരാൻ കഴിവുള്ള റബ്ബ് തആല എന്നും കൂടെയുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, രാവിലെ മുതൽ രാത്രി വരെ അല്ലാഹുവിന്റെ കൂടെ കൂടുക. എപ്പോഴും റസൂലുള്ളാഹിയുടെ ഇഷ്കിൽ അങ്ങ് ലയിച്ചു ചേരുക. റസൂലുള്ളാഹിയോട് ഒരു ചെലവില്ലല്ലോ, വല്ലാത്തൊരു ആത്മബന്ധം. എപ്പോഴും ആ തിളങ്ങുന്ന പല്ലുകളോട് അല്ലാഹു സ്വല്ലി വസല്ലം അലൈഹി എന്ന് പറയും. റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കുമ്പോൾ ആ തിളങ്ങുന്ന പല്ലുകളോട്, ചുവന്ന ചുണ്ടുകളോട്, എണ്ണയിട്ട് വാർന്നു വെച്ച തലമുടി. ഒന്ന് പറയും, ഞാൻ റസൂലുള്ളാഹിന്റെ മദഹ് ഇങ്ങനെ പറയാണ്, നിങ്ങൾ അല്ലാഹു സ്വല്ലി വസല്ലം അലൈഹി എന്ന് പറയും. ആ തിളങ്ങുന്ന പല്ലുകളോട് നമുക്കൊരു ആത്മബന്ധം വേണം. ആ ചുവന്ന ചുണ്ടുകളോട് നമുക്കൊരു ആത്മബന്ധം വേണം. ആ മനോഹരമായ സുറുമയിട്ട കണ്ണുകളോട്, അത് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്, അക്ഹലുല്ലൈനിയായ സുറുമയിട്ട കണ്ണുകളോട് നമുക്കൊരു ആത്മബന്ധം വേണം. ആ വിശാലമായ നെറ്റിത്തടത്തോട് നമുക്കൊരു ആത്മബന്ധം വേണം. ആ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള കവിൾത്തടത്തോട്, ആ കവിൾത്തടത്ത് അലങ്കരിച്ചു നിൽക്കുന്ന കറുകറുത്ത താടിരോമങ്ങളോട്, ആ കറുകറുത്ത താടിരോമങ്ങളിലെ അല്പം വെള്ളിരോമങ്ങൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചന്തമാണ്, എന്തൊരു ചേലാണ്, എന്തൊരഴകാണ്, എന്തൊരു ആകർഷണീയതയാണ്. കിരീടം പോലെ തോന്നുന്ന തലപ്പാവോട്, പ്രകാശം സൂര്യക്കുന്ന മുഖത്തോട്, സുബ്ഹാനല്ലാഹ് കസ്തൂരി തോറ്റുപോകുന്ന സുഗന്ധത്തോട് കൽബിലെപ്പോൾ ഇതെപ്പോഴും ഉണ്ടാകണം. എപ്പോഴെങ്കിലും പോരാ. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാ, നാളെ മഗ്രിബ് വരെ സ്വലാത്തിന്റെ സമയ. അല്ലാഹുമ്മ സ്വല്ലി അലാ ചൊല്ല്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യി. ഓരോ മുഹമ്മദ് പറയുമ്പോഴും ഈ ചുണ്ടു മുതൽ കാലിന്റെ അടിവരെ പ്രകമ്പനം കൊള്ളണം. ചൊല്ല്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഈ റസൂലുള്ളാഹിന്റെ ഹുബ്ബ് ഖൽബിൽ ഇങ്ങനെ നിറച്ചു വെച്ച് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വരെ അല്ലാഹുവിന്റെ കൂടെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക. മരിക്കുമ്പോ, ഇതിനിടെ ഞാൻ സൗദി പോയപ്പോ ഒരു സൗദിയിലെ ഒരു ജുന്തി എന്ന് പറയുന്ന മദീനയിലെ മസ്ജിദ് നബിയുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആബിദായ മനുഷ്യനെ കണ്ടു. ഞാനും കൂടെ ഒന്ന് രണ്ടാളുണ്ടായിരുന്നു, ഒരാളുണ്ട് കൂടെ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, സുന്നത്തുകളെ ഹയാത്താക്കി മുത്ത റസൂലുള്ളാഹിയെ നന്നായിട്ട് ഇഷ്ക് വെച്ച് അള്ളാഹുവിന്റെ റൂട്ടിൽ അങ്ങനെ ജീവിച്ചു പോകുമ്പോ ഒരു മരണം വരും, തിരിയില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ടാവും, കഫൻ ചെയ്യുന്നുണ്ടാവും, എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടാവും, മറമാടുന്നുണ്ടാകും, മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരുന്നുണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും, ഒക്കെ നടക്കുന്നുണ്ടാവും. ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇതിനൊന്നും അറിവ് വേണ്ടല്ലോ. നമ്മുടെ അമലിന്റെ ബലത്തിൽ ഒക്കെ നടന്നിട്ട് അവസാനം നോക്കണം, മണവാളൻ ഉറങ്ങും പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സുഖായിട്ട് അങ്ങ് ഉറങ്ങുന്നുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ്. നമ്മളൊന്നും മനസ്സ് കൊടുത്താൽ മതി.
ഒന്ന് എനിക്ക് നന്നാകണം എന്നൊരു മനസ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീടുണ്ടാകണം, എനിക്ക് മക്കളെ കെട്ടിക്കണം, എനിക്കൊരു ജോലി ഉണ്ടാകണം. ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ അങ്ങനെ ചിന്തിച്ചപ്പോ എല്ലാവർക്കും കയ്യയച്ചു കൊടുത്ത അള്ളല്ലേ, ആ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. എനിക്ക് നന്നാകണം, എനിക്ക് സുബ്ഹിക്കെഴുന്നേൽക്കണം, എനിക്ക് ഇശാ വരെയുള്ള എല്ലാ നിസ്കാരങ്ങളും അതായി നിസ്കരിക്കണം, എനിക്ക് ഉമ്മയെ സംരക്ഷിക്കണം, എനിക്ക് പാപ്പയെ സംരക്ഷിക്കണം, എനിക്ക് എന്റെ കുടുംബത്തെ നന്നായിട്ട് പരിചരിക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം, നാട്ടിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഖൈറായ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് നന്മകൾ ചെയ്യണം, എനിക്ക് തിന്മകളെ ഉപേക്ഷിക്കണം. ഇങ്ങനെ നമ്മൾ മനസ്സിലങ്ങോട്ട് നീയത്ത് വെച്ചാൽ മതി. അള്ളാഹ് വന്നിട്ട് നമ്മളങ്ങനെ പിക്ക് ചെയ്തോളും. തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്ന് മനസ്സിൽ കുറിച്ചാൽ മതി. അള്ളാഹ് വന്നിട്ട് സുബഹിയുടെ മുമ്പേ ഒരു 4 മണിക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചോളും. ഇത് മനസ്സിൽ നീയത്തൊന്നുമില്ല. അലാറം എല്ലാം വെച്ചു 4 മണിക്കെന്ന്, ഉള്ളിലുള്ളത് ഉറങ്ങണമെന്നാ. എന്നിട്ട് 4 മണിക്ക് അലാറം അടിക്കുമ്പോ അത് ഓഫാക്കിയിട്ട് ഒന്ന് കൂടിയാലേ ഉറക്ക്. നീ തീരുമാനിച്ചിട്ടില്ല. നോക്കണം, നിനക്ക് അലാറല്ലാത്ത 1375 കൊല്ലം അലാറമില്ലാത്ത 1375 ഒന്നല്ല, കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ടുള്ള അലാറം വന്നിട്ട്. മൊബൈലൊക്കെ ഇപ്പൊ വന്നല്ലേ. എത്ര മനുഷ്യന്മാര് 2 മണിക്കും 3 മണിക്കും എഴുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. അലാറം വെച്ചിട്ടാ. കാരണം എന്തറിയോ, മനസ്സിൽ കുറിച്ചിട്ടു. എന്റെ അള്ളാഹ്ക്ക് മാത്രല്ല, നമ്മൾ ഉറങ്ങും പോലെ നേരത്തെ ഉറങ്ങി വരുന്നല്ല അവര്. രാത്രി കുറേ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാന്റെ ഒരു പ്രത്യേകത, എല്ലാരും ഉറങ്ങിയാലും ശംസുൽ ഉലമ ഉറങ്ങിയിട്ടുണ്ടാകൂല. ഈ ചെർക്കളയിൽ കാസർഗോഡ് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ജില്ലാ മുസാവറയിലെ മെമ്പറായിരുന്നു, വലിയ രസികനായിരുന്നു, തമാശക്കാരനായിരുന്നു. മൂപ്പരൊരിക്കല് പാതിരാ നേരത്ത് ശംസുലമയെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പുരയുടെ ഉള്ളിൽ റൂമിലാക്കി. ഒരു പരിപാടി കഴിഞ്ഞിട്ട്, പഴയ കാലത്തുള്ള പരിപാടി കഴിയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മുട്ടുന്തലെ തന്നെ പഴയ കാലത്തൊക്കെ വയത് കഴിയുമ്പോഴത്തേക്ക് 1 മണി 1:30 മണിയൊക്കെ ആവും. ഞാൻ തന്നെ ഈ പരിസരത്തൊരു സ്ഥലത്ത് വയതിന് പോയിട്ട് സുബഹി ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോൾ വയത് നിർത്തിയിട്ട്, ഞാനല്ല, എൻ്റെ വയതിന് ശേഷം ഒരു തങ്ങളുണ്ടായിരുന്നു. ആ തങ്ങൾ ദുആ പോയി പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുകയാണ്. എൻ്റെ പള്ളിയിലാണെങ്കിൽ സുബഹിക്ക് ആളില്ല. ഈ ബാങ്ക് കേട്ടിട്ട് ഞാൻ ഓടി വണ്ടി കയറി രക്ഷപ്പെടേണ്ടി വന്നു. നേരം ഒരുരോളം വയത് ശംസുല്ലമ്മയെ കൊണ്ടുപോയിട്ട് പാതിരാ നേരത്ത് റൂമിലാക്കി. കുറെ സമയം കഴിഞ്ഞിട്ട് ചെർക്കള അഹമ്മദ് മുസ്ലിയാര് മെല്ലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ മൂപ്പര് ചൊല്ലുകയാണ്, ഉറങ്ങിയിട്ടില്ല. നോക്കണം. എന്നാൽ രാവിലെ പോയിട്ട് 4 മണിക്ക് തുറന്നു നോക്കിയാലോ, അപ്പോഴുണ്ടാവും മൂപ്പര് ഇങ്ങനെ ചൊല്ലുന്നേ. ഇപ്പൊ ഈ വഫാത്തായ ശംസുല്ലമ്മയുടെ മകള്, ആ മകളോ ഇനി വേറെ മകളോ എന്നറിയില്ല, മോളെ പേരയിൽ ശംസുല്ലമ്മ ഉറങ്ങാൻ പോയി. ഒരു രാത്രിയിൽ ഉപ്പാക്ക് കുടിക്കാനുള്ള വെള്ളവും ചൂടുവെള്ളവും എല്ലാം കട്ടിലിന്റെ അടിയിൽ വെച്ച് ബാപ്പ കിടക്കുന്ന റൂമിന്റെ വാതിൽ മെല്ലെ ചാരി മകൾ ഉറങ്ങുന്ന റൂമിലേക്ക് വന്നു. കുറെ കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോ മൂപ്പര് പടിഞ്ഞാറേക്ക് ഖിബിലേക്ക് തിരിഞ്ഞിരുന്ന് ചൊല്ലുകയാ. അവര് നമ്മൾ ഉറങ്ങും പോലെ, എല്ലാവരും ഉറങ്ങും പോലെ നേരത്തെ ഉറങ്ങിയില്ല. എന്ന ഇതേ ശംസുല്ലമ്മ രാവിലെ 3 മണി 3:30 മണി 4 മണി എല്ലാരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് ജീവിതവും തുടങ്ങി. പിന്നെ അവരപ്പോ ഉറങ്ങിയെന്നറിയോ? ഇപ്പൊ ഉറങ്ങുകയാണ്. മണവാളൻ ഉറങ്ങും പോലെ ഉറങ്ങിക്കൊള്ളുക. ഖബറാളിയോട് അള്ളാഹുവിന്റെ ഓർഡർ വരേണ്ട താമസം. സുഖമായിട്ട് ഉറങ്ങാനുള്ള ലോകമാണ് ഖബറ്. പറഞ്ഞു വന്ന വിഷയം, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചിട്ട് മതിയാകാത്തവർ. കാരണം എന്തറിയോ, അങ്ങനെ അള്ളാന്റെ കൂടെ അങ്ങോട്ട് കൂടിയ അള്ള ഇങ്ങോട്ടും കൂടും. തടിക്കൊരു കേടും. ശംസുല്ലമ്മ എത്ര വയസ്സിലെ വഫാത്തായെ? 80 കഴിഞ്ഞില്ലേ? 80-ന്റെയും 90-ന്റെ ഇടയിലല്ലേ? കാര്യമായ രോഗങ്ങൾ ഉണ്ടായിരുന്നോ? കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങോട്ട് ഒരാൾ ഉറങ്ങുന്ന അതാ ഉറങ്ങരുതെന്ന വേദ പറയുന്നത്. അപ്പൊ ഉറങ്ങാൻ നമ്മുടെ കാഞ്ഞങ്ങാട്ടെ മമ്മൂഞ്ഞ മാഷ പറയലുണ്ട്, ഉത്ബോധന നടക്കുന്നത് പക്ഷെ ബോധം കെട്ടു പോവാണ്. ബോധം കെട്ടുപോകുകയാണ്. മഹാനായ ശംസുല്ലമ്മ രാത്രിയിൽ നേരത്തെ കിടന്നില്ല, പാതിരാക്കുറങ്ങി, നേരത്തെ എഴുന്നേറ്റു. അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞിട്ട് മതിയായില്ലെന്ന്.
അവർക്ക് ഓരോ രാത്രിയും എല്ലാ രാത്രിയും ആദ്യ രാത്രി പോലെയാണ്. കാരണം രാത്രിയാകുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം പകലിനേക്കാളും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുക. ഓരോ രാത്രിയും പകലിനേക്കാൾ രാത്രിയിലാണ് അള്ളാന്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങുക. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴാണ് അള്ളാന്റെ ആരിഫ്യങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഉറങ്ങും അവര്, പക്ഷെ എല്ലാരും ഉറങ്ങും പോലെ ഉറങ്ങി തീർത്തില്ല. പകൽ സമയത്ത് എല്ലാരും വർത്തമാനം പറഞ്ഞ പോലെ ജനങ്ങളോട് പറ പടപട വർത്തമാനം ഇഷ്ടല്ല. ജനങ്ങളോട് വർത്തമാനം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സ്വന്തം ഓടോട് കുറെ നേരെ ഇരുന്ന് വർത്താനം പറഞ്ഞ ഓക്ക് മടുക്കൂലേ? നേരെ തിരിച്ച് ഭർത്താവോട് കാക്കക്കൂട്ടിൽ കൈയിട്ട പോലെ ഒരേ കിരികിരി ഭാര്യ ഭർത്താവിന്റെ മടുക്കൂലേ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകോ? എന്നാൽ തിരിച്ച് അള്ളാഹിനോട് നാം വർത്താനം പറഞ്ഞാലോ എത്ര പറയുന്നോ അത്ര കണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. സബഖൽ മുഫദ്ദിദീങ്ങൾ മുൻകടന്നു പോയി. സ്വഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ മുഫദ്ദിദീങ്ങൾ? വമൽ മുഫദ്ദിദൂന യാ റസൂലല്ലാഹ്, മുഫദ്ദിദീങ്ങൾ ആരാ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹനെ വല്ലാതെ ഓർമ്മിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. നല്ലോണം ദിക്ർ ചൊല്ലുക, കുറച്ചൊന്നുമില്ല, എത്ര ചൊല്ലാൻ കഴിയോ? ഹത്താ യഖൂലു മജ്നൂൻ, ജനങ്ങള് ഭ്രാന്തൻ എന്ന് പറയുന്നത് വരെ ദിക്ർ ചൊല്ലുക. ദിക്ർ തന്നെ ചൊല്ലണമെന്നില്ല. ഇപ്പൊ നമ്മൾ രണ്ടാളെ കണ്ടുമുട്ടിയാൽ അള്ളാഹിനെ കുറിച്ച് തന്നെ പറയാ. ഇക്കൊല്ലം മഴ കുറവാണ്, എന്തോ അള്ളാഹു തആല പരീക്ഷിച്ചു, എന്തോ ഒരു രഹസ്യം ഉണ്ടാവും. ഒരു അള്ളാഹിലെ വേറൊക്കെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞു, എന്റെ റാഹത്തിനാടോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇത്രയെല്ലാം ആയില്ലേ? ഇതെല്ലാം അള്ളാഹ് തന്നെയല്ലേ? അൽഹംദുലില്ലാ. ഓന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹ് കയറി. പിന്നെ കണ്ടുമുട്ടി എന്തെല്ലാം റാഹത്ത് തന്നെയാണോ? ആ റാഹത്തട തീ കണ്ണിന് എന്തോ ഒരു കാഴ്ചക്കുറവ്. അതെയാ, ഇതുവരെ കണ്ണ് നല്ലോണം കണ്ടിട്ടില്ലേ? അൽഹംദുലില്ലാ. ഇപ്പല്ലേ ചെറുങ്ങനെ കാഴ്ച മങ്ങിയ വയസ്സായിട്ടല്ലേ? സാരല്ല, അൽഹംദുലില്ലാ. ഓന്റെ ഉള്ളിൽ കയറി. ഓനും പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതുവരെ നല്ലോണം കണ്ടു, ഉമ്മയെ കണ്ടു, ഉപ്പയെ കണ്ടു, ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു, ചോപ്പ് പച്ച. ഇപ്പൊ ഇന്നിവിടെ പ്രസംഗിക്കേണ്ട കളമ്പാറ മുഹമ്മദ് മുസ്ലിയാർ വല്ലാത്തൊരു യഖീനുള്ള മനുഷ്യനാണ്. ഇന്നെന്നെ വിളിച്ചിരുന്നു, ഉസ്താദേ ഞാൻ ഗൾഫിലായി പോയത് കൊണ്ടാണ് പറഞ്ഞു പറ്റിച്ചെന്നൊന്നും അവർ വിചാരിക്കരുത്, ഒന്ന് അവരോട് പറയണം. രണ്ട് കണ്ണും പെട്ടെന്ന് കാണാതായി പോയതാണ്. ദുബൈ ലൈബ്രറിയിലായിരുന്നു, ബുക്ക് സ്റ്റാളിലായിരുന്നു. ആ പഴയ കാലത്ത് കമ്പ്യൂട്ടറിന്റെ ബ്രൈറ്റ് കണ്ടിട്ടൊന്നും അറിയില്ല. ഈ കണ്ണ് രണ്ടും തീരെ കാണൂല. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മൂപ്പരെടുത്ത് പോയിട്ട് ഉസ്താദേ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന്? ഇപ്പല്ല, കണ്ണ് കാണാതായ കാലം മുതലേ ചോദിച്ച മൂപ്പരെന്താ പറയുന്നറിയോ? അൽഹംദുലില്ലാ, ഞാൻ ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു, ചുവപ്പ് പച്ച മഞ്ഞ എല്ലാം എനിക്കറിയാം, കഅബ കണ്ടു, എല്ലാം ഞാൻ കണ്ടു. ഇപ്പോഴല്ലേ കണ്ടുപോയത്, ഒരു ടെൻഷനും ഇല്ല, അൽഹംദുലില്ലാ. ഇത് ഞാനിങ്ങനെ മൂപ്പര് ഞാൻ ചിന്തിക്കൽ, ഞാൻ ഇപ്പൊ അടുത്ത് പുറത്തിയില മൂപ്പര് താമസിക്കുന്നേ, കണ്ണൂർ ജില്ലയിൽ പുറത്തിയില് കളമ്പാറയും പൊരുണ്ട്, പുറത്തിയിലും പൊരുണ്ട്. ഞാൻ മൂപ്പരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മൂപ്പരെ മോൻ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ കരണ്ട് പോയതും കരണ്ട് വന്നതൊന്നും അറിയില്ല. ഞാനിതിങ്ങനെ എന്റെ പുരയിൽ വന്നിട്ട് ആലോചിച്ചു, ഈ പടച്ചോനെ രാവും ഇല്ല പകലും ഇല്ല, പുതിയ മക്കളുടെ മക്കൾ പ്രസവിക്കുന്ന കുട്ടികളെ കാണൂല. അദ്ദേഹത്തിന്റെ മകൻ റാഫി ഉണ്ട്. എന്നോട് ഉസ്താദേ എന്റെ കുട്ടിന്റെ മുഖം ഇങ്ങനെ പാപ്പ തടകുന്ന കണ്ടപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിന്ന്. മുഖം തിരിയില്ല, എന്നാൽ ഒരു ടെൻഷനും ഇല്ലെന്നേ. നോക്കണം, രാവും പകലും ഒരുപോലെയാ, ഒരു ടെൻഷനും ഇല്ല. അങ്ങനെയാണ് റബ്ബ് എന്ത് തരുമ്പോഴും. എനിക്കറിയുന്ന ഒരു കക്കിഞ്ച് അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഇപ്പോഴല്ല, സ്ത്രീധനുള്ള കാലത്ത് ഇദ്ദേഹത്തിനാണെങ്കിൽ അത്ര കച്ചവടാണ്. ഓരോ പെൺകുട്ടിയും ഉണ്ടാകുമ്പോ സന്തോഷ, വല്ലാത്ത ചിരി. അൽഹംദുലില്ലാ, അല്ലാഹ് തരില്ലെന്നാ, ഒരു ടെൻഷൻ ഇല്ല. പെൺകുട്ടികളാണെങ്കിൽ അൽഹംദുലില്ലാ, ആൺകുട്ടികളാണെങ്കിൽ അൽഹംദുലില്ലാ. മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയുള്ള ഒരു ആലിമുണ്ട്, മരിച്ചുപോയി. മന്ദബുദ്ധിയാ. ആ മന്ദബുദ്ധിയുള്ള കുട്ടിയുള്ള പുരയില് നമ്മളെ സുഹൃത്തുക്കൾപ്പെട്ടൊരു ഉസ്താദ് കയറിപ്പോയി. ഈ കുട്ടിക്ക് മന്ദബുദ്ധിയോ അംഗവൈകല്യം എന്തുകൊണ്ട്? അപ്പൊ ഈ സമസ്തയുടെ കേന്ദ്ര മുശാവറ മെമ്പറായ ഈ കുട്ടിയുടെ ഉപ്പയോട് വല്ലാത്ത വേജാറന്നല്ലേ, വല്ലാത്ത പരീക്ഷണം തന്നെയല്ലേ ഈ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട്. മൂപ്പര് പറഞ്ഞവരും അങ്ങനെ പറയല്ല. അല്ലാഹു തആല എന്റെ രക്തത്തിൽ, എന്റെ ബീജത്തിൽ സ്വർഗത്തിലേക്ക് ഒരു കുട്ടിയെ തന്നു എന്ന് പറ. ഇങ്ങനെ ഈ മന്ദബുദ്ധിയുള്ള ഒരു കുട്ടിയെ കിട്ടിയില്ലേ? ആ കുട്ടിക്ക് ബുദ്ധിയില്ലല്ലോ, സ്വർഗത്തിലേക്ക് ഉറപ്പല്ലേ? എന്റെ ദാമ്പത്യത്തിൽ റബ്ബ് തആല എനിക്കൊരു മന്ദബുദ്ധിയായ കുട്ടിയെ തന്ന് അൽഹംദുലില്ലാ എന്ന് പറയും. നോക്കണം, ഇതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞ ഒരു നിസ്കരിക്കുക, അത്ര വരട്ടുക, അത് മാത്രല്ല.
എന്ത് വരുമ്പോഴും അള്ളാന്റെ കൂടെ നിൽക്കണം, എന്ത് വരുമ്പോഴും അള്ളാന്റെ കൂടെ നിൽക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ജീവിതത്തെ അള്ളാന്റെ കൂടെ നിർത്തിയിട്ട് ആഘോഷിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിർത്തിയിട്ട് ആഘോഷിക്കണം. എപ്പോഴും രാവും പകലും നാം ഈ ചിന്തയിലാകണം. നമുക്കൊരു പെരുന്നാളിന്റെ അന്നത്തെ രാവിലത്തെ സന്തോഷം മാത്രം പോരാ, നമുക്കൊരു ആദ്യരാത്രിയുടെ രാത്രിയിലെ സന്തോഷം മാത്രം പോരാ, നമുക്കെന്നും ആദ്യരാത്രിയാകണം. എന്നും ആദ്യരാത്രിയുടെ തൊട്ടുമുമ്പുള്ള പകലിന്റെ ഒരു സസ്പെൻസും ഒരു ത്രില്ലുമാകണം. ഇന്ന് ഇപ്പൊ നോക്കണം, ഇന്ന് ആദ്യരാത്രിയാണ്, കഴിഞ്ഞ പകല് അല്ലെ, ആ പകലിന്റെ ത്രില്ല് എല്ലാ പകലിലും ആദ്യരാത്രിയെക്കാളും മധുരവും സന്തോഷവും ആത്മാനുഭൂതിയും ഓരോ രാത്രിയിലും. കാരണം ഓരോ രോമകൂപങ്ങളിലേക്കും അള്ളാന്റെ കാരുണ്യവും സ്നേഹവും ഇങ്ങനെ വന്നിറങ്ങാണ്.